നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ന് ഭാരതത്തിലെത്തിക്കും. പ്രത്യേക വിമാനം ഉച്ചയോടെ ഡൽഹിയിലെത്തും. ഭീകരനെ പാർപ്പിക്കുക തിഹാർ ജയിലിൽ. ചൈനയ്ക്കെതിരെ നടപടി കടുപ്പിച്ച് ട്രംപ്. ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവ ചുമത്തി. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവ മരവിപ്പിച്ചു. മന്ത്രി സജി ചെറിയാനെതിരായ കേസിൽ ഒളിച്ചുകളിച്ച് സർക്കാർ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ നൽകാനാകില്ലെന്ന് വിവരാവകാശ മറുപടി. മന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതെ ക്രൈംബ്രാഞ്ച്. പ്രതിസന്ധി ജനങ്ങൾക്ക് മാത്രം. ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസ് അറ്റകുറ്റപ്പണിക്ക് ലക്ഷങ്ങൾ. തുക അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. നടപടി സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ധനപ്രതിസന്ധിയുടെ പേരിൽ നിഷേധിക്കുന്നതിനിടെ. ശബരിമല അയ്യപ്പസ്വാമിക്ക് ഇന്ന് പള്ളിവേട്ട. രാത്രി ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്. ഭഗവാന്റെ തിരുവാറാട്ട് നാളെ രാവിലെ 11-ന് പമ്പയിൽ. പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ ചരിത്ര നേട്ടവുമായി പാലക്കാട് നഗരസഭ. BJP ഭരിക്കുന്ന നഗരസഭ സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനത്ത്. നേട്ടം സംസ്ഥാനത്തെ 86 നഗരസഭകളെ പിന്തള്ളി. പേരൂർക്കട വിനീത കൊലക്കേസിൽ വിധി ഇന്ന്. അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയെ കുത്തിക്കൊന്നത് സ്വർണമാല കവരാൻ. കേസിലെ ഏക പ്രതി കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ നിർണായകമായത് സൈബർ ഫോറൻസിക് തെളിവുകൾ. ശബരിമല വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ പതിവ് പോലെ ആദ്യം പോകുന്നത്. ശബരിമല അയ്യപ്പസ്വാമിക്ക് ഇന്ന് പള്ളിവേട്ട. രാത്രി ശരംകുത്തിയിലാണ് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നത്. 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് നാളെ ശബരീശന് പമ്പയിൽ ആറാട്ട് നടക്കും. മിഥുൻ മുരളി ചേരുന്നു അവിടെ നിന്നും വിവരങ്ങളുമായി. മിഥുൻ, സ്വാമി ശരണം. രാത്രി ശരംകുത്തിയിൽ ഇന്ന് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നു. അതോടൊപ്പം 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ചാണ് നാളെ ശബരീശന് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, സ്വാമി ശരണം. ഭഗവാന്റെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ഒരുങ്ങുകയാണ് സന്നിധാനം. ഇന്ന് രാത്രി വിളക്കിനെഴുന്നള്ളിപ്പിന് ശേഷമാണ് പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടുക. രാത്രി 10 മണിയോടുകൂടി ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് പുറപ്പെടും. ശരംകുത്തിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വനത്തിലാണ് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നത്. തന്ത്രി ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. വാദ്യമേളങ്ങൾ കൂടാതെയാണ് പള്ളിവേട്ട എഴുന്നള്ളത്ത് പുറപ്പെടുക. തിരികെ വരുമ്പോൾ വേട്ട പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ വാദ്യമേളങ്ങളോടുകൂടി ഭഗവാൻ ആനപ്പുറത്ത് തിരികെ എഴുന്നള്ളും. വെളുന്നല്ലൂർ മണികണ്ഠൻ എന്ന ആനയുടെ പുറത്താണ് ഭഗവാന്റെ തിടമ്പേറ്റുക. രാത്രി തിരികെ എത്തുന്ന ഭഗവാൻ വേട്ട പൂർത്തിയാക്കി അശുദ്ധിയായി എന്ന സങ്കല്പത്തിൽ ശ്രീകോവിലിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിലാണ് ഇന്ന് പള്ളി ഇറങ്ങുക. നാളെ ആറാട്ട്. രാവിലെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി ആറാട്ട് ബലിയും പൂർത്തിയാക്കി 9 മണിയോടുകൂടി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്ക് പമ്പയിൽ ആറാട്ട് നടക്കും. ആറാട്ടിന് ശേഷം ഭഗവാനെ പമ്പ ഗണപതി കോവിലിൽ എഴുന്നള്ളിച്ചിരുത്തും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും ആറാട്ട് ഘോഷയാത്ര തിരികെ സന്നിധാനത്തേക്ക് മടങ്ങുക. തിരികെ ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇന്ന് പള്ളിവേട്ടയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ് സന്നിധാനം. ഇന്ന് രാത്രി 10 മണിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിവേട്ട എഴുന്നള്ളത്ത് പുറപ്പെടുമ്പോൾ വാളും പരിചയവുമായി കുറുപ്പുമാരും അമ്പും വില്ലുമായി വേട്ടക്കുറുപ്പും ഒപ്പമുണ്ടാകും. ദുഷ്ടവാസനകളെ ഉന്മൂലനം ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ രാത്രി ഭഗവാന് പള്ളിവേട്ട നടക്കുമ്പോൾ ദർശിക്കുന്നതിന് വേണ്ടി, നിർവൃതി നേടുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ശരണവിളികളുമായി ശരണമന്ത്ര മുഖരിതമായി സന്നിധാനത്ത് ഉണ്ടാവുകയും രാത്രി 10:30 തിരികെ പള്ളിവേട്ട എഴുന്നള്ളത്ത് സന്നിധാനത്തേക്ക് എത്തും എന്നാണ് നിലവിലെ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമപ്രകാരം
വിലയിരുത്തുന്നത്. അതിനുശേഷം ഭഗവാൻ ശ്രീകോവിലിൽ പള്ളിയുറങ്ങാതെ വേട്ട പൂർത്തിയാക്കിയതിൻ്റെ അശുദ്ധിയായി എന്ന സങ്കല്പത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ ഗണപതി ഹോമം നടക്കുന്ന മണ്ഡപത്തിനോട് ചേർന്ന വശത്താണ് ഇന്ന് പ്രത്യേകം ഭഗവാന് പള്ളിയുറക്കത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെയാണ് ഭഗവാന്റെ പള്ളിയുറക്കം ഇന്ന് ഉണ്ടാവുക. ഇന്ന് രാവിലെയും ശരാശരിക്കടുത്ത തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നത് ഇന്നാണ്. ഇന്ന് മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 10-ാം തീയതിക്ക് ശേഷം തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു നേരത്തെ തന്നെ ദേവസ്വം ബോർഡിനും ഉണ്ടായിരുന്നത്. അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ 8 ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ ഒരു ദിവസം ഒരു പുലർക്കാലം ഇന്നാണ്. ഇതിനു മുൻപ് കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത് കഴിഞ്ഞ വാരാന്ത്യത്തിലായിരുന്നു. ശനിയും ഞായറാഴ്ചയുമാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത്. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് കൂടുതൽ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഒരു വർധനവ് കണ്ടുവരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിഷുവിനോടനുബന്ധിച്ചും ഭക്തജന തിരക്ക് കൂടുന്നതിനുള്ള സാധ്യത 13-ാം തീയതിയും 14-ാം തീയതിയും വിഷുദിനത്തിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയേക്കും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്താനുള്ള സാധ്യത. മുൻ വർഷങ്ങളിലൊക്കെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതും വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ ആണ്. ഇനി നാളെ ആറാട്ടിന് വേണ്ടി ഒരുങ്ങുകയാണ് പമ്പയും സന്നിധാനവുമെല്ലാം. രാവിലെ പമ്പയിലേക്ക് ആറാട്ട് ഘോഷയാത്ര എത്തുമ്പോൾ നിരവധി ഭക്തജനങ്ങളായിരിക്കും ഭഗവാന്റെ ആറാട്ട് കണ്ട് നിർവൃത്തി നേടുന്നതിന് വേണ്ടി പമ്പയിൽ കാത്തു നിൽക്കുക. രാവിലെ 9 മണിക്ക് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ആറാട്ട് ബലിയും പൂർത്തിയാക്കി ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പുറപ്പെടും. വെള്ളിനെല്ലൂർ മണികണ്ഠൻ ആനയുടെ പുറത്ത് ഭഗവാന്റെ തിടമ്പേറ്റി ഘോഷയാത്ര ശരംകുത്തി, മരക്കുട്ടം, ശബരിപീഠം, അപ്പാച്ചിമേട്, നീലിമല വഴി പമ്പയിലെത്തും. ഗണപതി കോവിലിൽ എത്തിയ ശേഷം തിടമ്പ് ആനപ്പുറത്ത് നിന്ന് ഇറക്കി ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആറാട്ട് നടക്കുക. ആറാട്ടിന് ശേഷം ദേവനെ പമ്പ ഗണപതി കോവിലിൽ എഴുന്നള്ളിച്ചിരുത്തും. ഈ സമയം ഭക്തർക്ക് പറവഴിപാട് സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കും. സന്നിധാനത്ത് എത്തിയ ശേഷം ഉത്സവത്തിന് സമാപനം കുറിച്ച് 10 ദിവസത്തെ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളോടെ പൈങ്കിനി ഉത്രം ഉത്സവത്തിന് സമാപനമാകും. ഈ ദിവസങ്ങളിൽ വിളക്കെഴുന്നള്ളിപ്പും ശ്രീഭൂതബലിയും ഉത്സവബലിയും തുടങ്ങി വിശിഷ്ടമായിട്ടുള്ള തിരുവുത്സവ ചടങ്ങ് ദർശിച്ച് നിർവൃത്തി നേടിയാണ് ഭക്തജനങ്ങൾ എല്ലാം മടങ്ങുന്നത്. ഈ പ്രത്യേകമായ ചടങ്ങുകളുടെ സമയത്ത് ഉത്സവബലിയുടെയും വിളക്കെഴുന്നള്ളിപ്പിൻ്റെയും ശ്രീഭൂതബലിയുടെയും എല്ലാം സമയത്ത് ശരണമന്ത്രം മുഖരിതമായി ഭക്തജനങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്നിധാനത്ത് നിന്ന് കണ്ടത്. ഇനി രാവിലെ 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ നടക്കുന്നു. രാവിലെ 10:30 ഉച്ചപൂജ, കളഭാഭിഷേകവും കലശാഭിഷേകത്തോടും കൂടി രാവിലെ 10:30 ഉച്ചപൂജ ആരംഭിക്കും. ഉത്സവബലി രാവിലെ 11:30 ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉത്സവബലി ദർശനം. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 6:30 ദീപാരാധന, 7 മണിക്ക് പടിപൂജ, 7:45 മുളപൂജ, 9 മണിക്ക് ശ്രീഭൂതബലിക്ക് ശേഷം 9:30 വിളക്കെഴുന്നള്ളിപ്പ്, 10 മണിക്ക് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്, 10:30 ശരംകുത്തിയിൽ പള്ളിവേട്ടയ്ക്ക് ശേഷം 11 മണിയോടുകൂടി ഭഗവാൻ തിരികെ എഴുന്നള്ളും. പള്ളിവേട്ട പൂർത്തിയാക്കി എഴുന്നള്ളും. എന്തായാലും ദുഷ്ടവാസനകളെ നിഗ്രഹിക്കുന്നു എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ഇന്ന് നടക്കുന്ന പള്ളിവേട്ട അതീവ പ്രാധാന്യത്തോടു കൂടിയുള്ള വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ്. ഭഗവാന്റെ പള്ളിവേട്ട ദർശിക്കുന്നതിനുള്ള ആ ഒരു കാത്തിരിപ്പിലൊക്കെയാണ് ഭക്തജനങ്ങൾ ഇന്നെത്തുന്ന ഭക്തജനങ്ങളെല്ലാം ഉണ്ടാവുക. വൈകിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വാദ്യമേളങ്ങൾ ഒന്നും കൂടാതെ പള്ളിവേട്ടയ്ക്ക് വേണ്ടി ഭഗവാൻ എഴുന്നള്ളുന്നു. തിരികെ എത്തുമ്പോൾ പള്ളിവേട്ട പൂർത്തിയാക്കിയതിൻ്റെ, വേട്ട കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ വാദ്യമേളങ്ങളോടുകൂടി ആനപ്പുറത്ത് ഭഗവാൻ തിരികെ എഴുന്നള്ളി ശ്രീകോവിലിന് സമീപത്ത് പള്ളിയുറങ്ങുന്നതിന് വേണ്ടി എഴുന്നള്ളിച്ച് ഇരുത്തും. രാവിലെ ശ്രീകോവിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ചാണ് ആറാട്ടിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾ രാവിലെ നടക്കുക. ഇന്ന് അമ്പലപ്പുഴ സംഘവും എത്തുന്നുണ്ട്. പൈങ്കിനി ഉത്രം ദർശനത്തിനായുള്ള അമ്പലപ്പുഴ സംഘം ഇന്നലെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും കെട്ട് മുറുക്കി സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. ഇന്ന് എത്തും. 100-ലധികം സ്വാമിമാർ അടങ്ങുന്ന സംഘം നാളെ ആറാട്ട് ഘോഷയാത്രയോടൊപ്പമാണ് മലയിറങ്ങുക. പ്രത്യേകമായിട്ടുള്ള നെയ്യഭിഷേകവും അത്താഴ പൂജയും അമ്പലപ്പുഴ സംഘത്തിൻ്റെതായി ഇന്ന് സന്നിധാനത്ത് ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭക്തജനത്തിരക്കെല്ലാം കുറവായതുകൊണ്ട് തന്നെ നിർവൃതിയോടുകൂടിയായിരുന്നു, സന്തോഷത്തോടു കൂടിയായിരുന്നു ഭക്തജനങ്ങളുടെ എല്ലാം മടക്കം ഉണ്ടായിരുന്നത്. ഇന്ന് മുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ സൂചനകൾ ഇന്ന് രാവിലെ മുതൽ, ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു സൂചനകൾ ഇന്ന് രാവിലെ മുതൽ കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. രോഹിണി.
ശരി മിഥുൻ. ശബരിമല അയ്യപ്പസ്വാമിക്ക് ഇന്ന് പള്ളിവേട്ട. രാത്രി ശരംകുത്തിയിലാണ് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നത്. 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് നാളെ ശബരീശന് പമ്പയിൽ ആറാട്ടും നടക്കും. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. സർവദോഷ പരിഹാരത്തിന് അയ്യപ്പസ്വാമിക്ക് ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകളിൽ ഒന്നാണ് പറകൊട്ടിപ്പാട്ട്. ശബരിമല നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം പറകൊട്ടിപ്പാട്ടുകാർ മാളികപ്പുറത്തിന് സമീപത്തുണ്ട്. ശബരീശന്റെ തിരുവുത്സവത്തിന് സന്നിധാനത്ത് കൊടിമരച്ചുവട്ടിൽ പറകൊട്ടിപ്പാട്ടുകാർ ഒന്നിച്ചിരുന്ന് അയ്യപ്പസ്വാമിക്കായി പാടി. മാളികപ്പുറത്തിന് സമീപം പറകൊട്ടിപ്പാടുന്നവർ തിരുവുത്സവത്തിന് അയ്യപ്പസ്വാമിക്ക് മുന്നിൽ ഹൃദയം തൊട്ടുപാടി. സന്നിധാനത്ത് കൊടിമരച്ചുവട്ടിൽ 7 പേർ ഒന്നിച്ചിരുന്നാണ് പറകൊട്ടിപ്പാടിയത്. ത്രികാല ദോഷങ്ങളകറ്റാനാണ് ഭക്തർ പറകൊട്ടിപ്പാട്ട് വഴിപാടാക്കുന്നത്. പരമശിവൻ മലവേടനായി അവതരിച്ച് പറകൊട്ടിപ്പാടി അയ്യപ്പന്റെ ദോഷം തീർത്തുവെന്നാണ് പറകൊട്ടിപ്പാട്ടിന്റെ ഐതിഹ്യം. ഈ വിശ്വാസ പ്രമാണങ്ങളെ ശിരസിലേറ്റുവാങ്ങിയാണ് മാളികപ്പുറത്തിന് സമീപം പറകൊട്ടിപ്പാട്ട് ഇന്നും നടക്കുന്നത്. പൂർവികർ തുടർന്നു പോന്നത് നിലനിർത്തി തിരുവുത്സവത്തിന് അയ്യപ്പസ്വാമിക്കായി പാടുകയാണെന്ന് പറകൊട്ടിപ്പാട്ടിന്റെ സ്ഥാനീയർ പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ഈ നടയിൽ വന്ന് ഞങ്ങളുടെ പിതൃക്കൾ ചെയ്ത ആ കർമ്മം ഞങ്ങൾ ഇവിടെ വന്ന് 18 മണിക്ക് ചെയ്യാൻ നേരം അവിടെ പരിമിതി ബുദ്ധിമുട്ട് കാരണം പിന്നെ കൊടിമരത്തിൻ്റെ ചുവട്ടി വന്ന് ചെയ്ത ഭഗവാന്റെ ദോഷങ്ങളും ഈ വരുന്ന ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഞങ്ങളിത് ചെയ്തത്. ഭഗവാന്റെ ദോഷങ്ങളും വരുന്ന ഭക്തന്മാരുടെ ദോഷങ്ങളും വരാനുള്ള ഭക്തന്മാരുടെ ദോഷങ്ങളും അവരുടെ കുടുംബത്തിനും നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണം. ത്രികാല ദോഷമകറ്റാൻ അയ്യപ്പ ദർശനത്തിന് ശേഷം പറകൊട്ടിപ്പാട്ട് നടത്തുന്നവർ അനവധിയാണ്. ജനം സന്നിധാനം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ന് ഭാരതത്തിലെത്തിക്കും. റാണയുമായി NIA സംഘം ഇന്നലെ പുറപ്പെട്ടിരുന്നു. ഇന്ന് ഉച്ചയോടെ റാണയെ ഡൽഹിയിലെത്തിക്കുമെന്നാണ് സൂചന. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, കഴിഞ്ഞ ദിവസമായിരുന്നു മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയുമായി NIA പ്രത്യേക സംഘം ഭാരതത്തിലേക്ക് US നിന്ന് യാത്ര തിരിച്ചത്. ഇന്ന് എപ്പോഴത്തേക്കായിരിക്കും എത്തുക? തുടർ നടപടികൾ എങ്ങനെയാണ്? രോഹിണി, ഇപ്പോൾ ഈ പ്രത്യേക വിമാനത്തിൽ ഈ കൊടും ഭീകരനെയും വഹിച്ചുകൊണ്ട് NIA സംഘം ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ ഈ പ്രത്യേക വിമാനം ഡൽഹിയിൽ എത്തുകയുള്ളൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം. പാലം വിമാനത്താവളത്തിലാകും ഈ വിമാനം ലാൻഡ് ചെയ്യുക. അതിനുശേഷം ഈ തഹാവൂർ റാണയെ തീഹാർ ജയിലിൽ പാർപ്പിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് NIA ഔദ്യോഗികമായി ഇപ്പോൾ നൽകുന്നില്ല. കാരണം ഇയാളൊരു കൊടും ഭീകരനായതിനാൽ ഇയാളെ എവിടേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇയാളെ ഏത് നിലയിലായിരിക്കും ഇനിയും കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങളോട് കേന്ദ്ര ഏജൻസികളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഡൽഹിയിൽ ഇയാളെ വഹിച്ചുകൊണ്ട് ഈ വിമാനം എത്തും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നേരത്തെ മുംബൈയിലായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഡൽഹിയിലേക്ക് തന്നെയാണ് തഹാവൂർ റാണയെ കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിയോടുകൂടി NIA സംഘം ഇയാളെയുമായി പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വളരെ ദീർഘമേറിയ യാത്രയ്ക്കൊടുവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്യും. നമുക്കറിയാം, തഹാവൂർ ഹുസൈൻ റാണയെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമാണ്. കാരണം ഇയാളൊരു കൊടും ഭീകരനാണ്. പ്രത്യേകിച്ച് 2008 നവംബർ മാസം 26 മുതൽ 28 വരെ മുംബൈയിൽ നടന്ന ഭീകരാക്രമണ പരമ്പരകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായി വിശേഷിപ്പിക്കപ്പെടുന്നത്, തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഈ തഹാവൂർ ഹുസൈൻ റാണയാണ്. ഇയാൾ
ഇയാൾ പാകിസ്ഥാനിൽ ജനിച്ച പിന്നീട് കനേഡിയൻ പൗരത്വം എടുത്ത് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കൊടും ഭീകരനാണ്. പലതവണ ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് അത്തരം നീക്കങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വളരെ ഊർജിതമായി നടത്തി എന്നുള്ളതാണ്. അതിന് അനുകൂലമാകുന്ന രീതിയിൽ അമേരിക്കയിൽ ഭരണമാറ്റവും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ട്രംപ് അവിടെ അധികാരത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ ഭാരതവും അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപുമായുള്ള വലിയ ബന്ധം, അതോടൊപ്പം തന്നെ നയതന്ത്രപരമായി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള മികച്ച ബന്ധം, അതോടൊപ്പം തന്നെ അമേരിക്കയിലെ കോടതികൾ കൈക്കൊണ്ടിട്ടുള്ള ചില തീരുമാനങ്ങൾ, ഇതെല്ലാം ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് ഊർജം പകർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇയാളെ ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ പല ഭീകര കേസുകൾ, അതായത് രാജ്യത്ത് മുൻപ് നടന്നിട്ടുള്ള പല ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളും നമ്മുടെ ഏജൻസികൾക്ക് ലഭിക്കുമെന്നാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. മാത്രമല്ല ഭീകരവാദം എന്നതിന് വലിയൊരു സന്ദേശം, അതായത് ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത്തരം ശക്തികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സന്ദേശം ലോകത്തിന് കൂടി നൽകുന്നതാണ് ഈ തഹാവൂർ റാണെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന സംഭവം നൽകുന്ന സന്ദേശം എന്നത്. രോഹിണി. ശരി ഗൗതം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ന് ഭാരതത്തിലെത്തിക്കും. റാണയുമായി NIA സംഘം ഇന്നലെ പുറപ്പെട്ടിരുന്നു. ഇന്ന് ഉച്ചയോടെ റാണയെ ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് സൂചന. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. SFIOയ്ക്ക് പിന്നാലെ EDയും മകൾക്കെതിരെ കേസെടുക്കുന്നതോടെ ആശങ്കയിലായി മുഖ്യമന്ത്രി. വിഷയത്തിൽ കാര്യമായ മറുപടി നൽകാതെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറിയിരുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത്രയും നാളും തുടർന്നു വന്ന മൗനം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഭഞ്ജിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപാകെ. പക്ഷേ പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയായുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇനിയിപ്പോൾ SFIOയ്ക്ക് പിന്നാലെ EDയും മകൾക്കെതിരെ കേസെടുക്കുന്നതോടെ കൂടുതൽ ആശങ്കയിലായിരിക്കുകയാണോ മുഖ്യമന്ത്രി? അങ്ങനെ തന്നെ പറയേണ്ടി വരും രോഹിണി. കാരണം ഇപ്പോൾ SFIO കൃത്യമായ തെളിവുകളോടെ സമർപ്പിച്ച കുറ്റപത്രം, അതോടൊപ്പം തന്നെ ഈ കോടതി നടപടികൾ പൂർത്തിയായാലുടൻ ED ഈ വിഷയത്തിൽ ഇടപെട്ട് അത് കേസെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നു. അത് മുഖ്യമന്ത്രിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ രീതി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കുക. കാരണം ആദ്യം മുതൽ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകിയില്ല. അപ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞൊഴിവാകുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു മറുപടി പോലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ചില ശൈലിയിലുള്ള ചില പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പൊതുവെ ഒരു ആശങ്കയുണർത്തുന്ന അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു രീതിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലടക്കം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും വലിയ കുരുക്കിലാണ് മുഖ്യമന്ത്രിയൊക്കെ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു തർക്കവുമില്ലാതെ നിൽക്കുന്നു. ഈ ED കേസെടുക്കുന്നതോടെ കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം. ഒരു പക്ഷേ വീണ തൈക്കണ്ടിലിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നീളാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ SFIO അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ED വിഷയത്തിൽ കേസെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു അറസ്റ്റിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ എത്തിച്ചേർന്ന സവിശേഷമായൊരു സാഹചര്യം അത് ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയെ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം പരാതിക്കാരനായ BJP നേതാവ് ഷോൺ ജോർജ് എതിരെയിൽ CBIക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ CBI അന്വേഷണം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിദഗ്ധരായ ആളുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാരൊക്കെ ഇടപെട്ട ഒരു കള്ളപ്പണ ഇടപാടുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ED കേസെടുത്തിരിക്കുന്നു. ഈ കള്ളപ്പണ ഇടപാടിലൂടെ ഒരു അഴിമതിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനാന്തര ഇടപാടുകൾ നടന്നിട്ടുള്ള സാഹചര്യത്തിൽ CBIക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നതിന് സാധിക്കും. അങ്ങനെയൊരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യമാകില്ല, അത് കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 5-6 കേന്ദ്ര ഏജൻസികൾ ഒരേ സമയം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണം നടത്തുന്നു, പരിശോധനകൾ നടത്തുന്നു, അവർക്കെതിരെ തെളിവുകൾ കണ്ടെത്തുന്നു എന്നൊരു സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പ്രതിരോധിക്കാൻ CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെ വല്ലാതെ പാടുപെടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ
സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഡൽഹി ഹൈക്കോടതിയിൽ ഈ CMRൽ നൽകിയിട്ടുള്ളൊരു ഹർജി നിലനിൽപ്പുണ്ട്. അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിലേക്ക് മാറ്റിയെങ്കിലും അത് നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹർജിയിൽ തീരുമാനമാകുന്നതോടുകൂടി നിലവിൽ തന്നെ SFIയുടെ വശത്ത് നിന്ന് കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുള്ള ED പെട്ടെന്നുള്ള നടപടികളിലേക്ക് എത്തിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ മാസപ്പടി ഡയറിയിലെ ചുരുക്കപ്പേരുകാരിലേക്കും ED അന്വേഷണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെയുള്ള തെളിവുകൾ ശക്തമെന്ന് വിലയിരുത്തി ED. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, മാസപ്പടി ഡയറിയിലെ ചുരുക്കപ്പേരുകാരിലേക്ക് ED അന്വേഷണം വ്യാപിക്കുമ്പോൾ നേരത്തെ ഉയർന്ന അഭ്യൂഹങ്ങൾക്കൊക്കെ ശക്തമായ തെളിവുകളുമായി തന്നെയായിരിക്കും ED വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഭരണ പ്രതിപക്ഷ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ളവരുടെ ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു, ചില മാധ്യമ സ്ഥാപനങ്ങളുടെ പേരുകൾ ഉണ്ടായിരുന്നു. ഇവയിലെല്ലാം ഒരു വ്യക്തത വരികയാണോ ED ഇതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ? സുധീഷ്, ഈ ചുരുക്കപ്പേരുകളിലേക്കെല്ലാം തന്നെ അന്വേഷണം നീങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് 182 കോടി രൂപയാണ് കള്ള കണക്കിലൂടെ ഇത്തരത്തിൽ പലർക്കും കൈക്കൂലിയായില്ലെങ്കിൽ മറ്റ് തൽപര കക്ഷികൾക്ക് കൈമാറിയത്. ആ പണം എങ്ങനെ കൈമാറി, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൈമാറിയത്, ആർക്കാണ് കൈമാറിയത്, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൈമാറിയത്, ആർക്കാണ് കൈമാറിയത്, അതിലൂടെ എന്താണ് CMRലിന് ലഭിച്ച സേവനം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിൽ കേവലം വീണ വിജയൻ അപ്പുറത്ത് ഈ കാശ് കൈപ്പറ്റിയ എല്ലാവരിലേക്കും അന്വേഷണം നീങ്ങാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തു തന്നെയായാലും വീണ വിജയനെ എതിരെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ CMRൽ നിന്നും പണം കൈപ്പറ്റി എല്ലാവരിലേക്കും അന്വേഷണം ശക്തി പ്രാപിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SFIO ആരിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്നു അവരിലേക്കെല്ലാം തന്നെ EDയുടെയും അന്വേഷണം നീങ്ങും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ EDയും ഈ കേസിൻ്റെ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും നമുക്കറിയാം, ഒരു തരത്തിലും എക്സാലോജിക്കിന് അടക്കം ഒരു സേവനവും നൽകാതെയാണ് ഇത്രയും 2,72,00,000 രൂപ കൈമാറി എന്നത് വ്യക്തമാണ്. അതിന് സമാനമായി തന്നെയാണ് ചുരുക്കപ്പേരിൽ തന്നെ മറ്റു പലർക്കും ഇത്തരത്തിൽ പണം കൈമാറിയത്. അത് ഓരോ സർക്കാരിൻ്റെയും കാലത്ത് കേരളം ഭരിച്ചിരുന്ന സർക്കാരുകൾ മാറി മാറി ഭരിക്കുമ്പോൾ അതിൻ്റെ അധികാര പദവിയിൽ ഉണ്ടായിരുന്നവർക്കാണ് ഇത്തരത്തിൽ പണം കൈമാറി എന്നത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആ ചുരുക്കപ്പേരുകളിലേക്കെല്ലാം തന്നെ അന്വേഷണം കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറ്റപത്രത്തിലെയും ആ ചുരുക്കപ്പേരുകൾ രേഖപ്പെടുത്തിയ ഡയറിയും കൈമാറുമ്പോൾ അത് വളരെ വിശദമായി തന്നെ അതിൻ്റെ അന്വേഷണങ്ങൾ ആർക്കൊക്കെ ഇത്തരത്തിൽ CMRൽ നിന്നും കൈക്കൂലി ഇനത്തിൽ പണം ലഭിച്ചോ അവരിലേക്കെല്ലാം തന്നെ അന്വേഷണം നീങ്ങുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ കേസിന്റെ വിവരങ്ങൾ മറച്ചുവെച്ച് സർക്കാർ. കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ നൽകാനാകില്ലെന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നുമുള്ള വിവരാവകാശ മറുപടി. ഒളിച്ചുകളി മന്ത്രിയെ സർക്കാരും ക്രൈംബ്രാഞ്ചും സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ്. കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് ഇതുവരെ തയ്യാറായിട്ടില്ല. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ കേസിന്റെ വിവരങ്ങൾ തേടുമ്പോഴാണ് അത് പുറത്തു പറയാൻ പാടില്ല എന്നുള്ള മറുപടി വരുന്നത്. ഇത് മന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് തന്നെയല്ലേ? കൂടുതൽ വിവരങ്ങൾ. 2024 നവംബർ 28-നാണ് ഈ നിലവിലുള്ള പോലീസിന്റെ സജി ചെറിയാനെ സംരക്ഷിച്ചിട്ടുള്ള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും അത് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി നടപടിയും റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്നുള്ള നിർദ്ദേശം നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ പറയുന്ന രീതിയിൽ ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞിരുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ സർക്കാർ കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പരിശോധന പോലും നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം എന്നുള്ളത്. ക്രൈംബ്രാഞ്ചിന്റെ കൊല്ലം പത്തനംതിട്ട യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രാഥമികമായി മന്ത്രിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലും അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം പരമാവധി വൈകിപ്പിച്ച് നൽകുകയാണ് ക്രൈംബ്രാഞ്ച് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ നടത്തുന്ന മറ്റൊരു ഒളിച്ചുകളിയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും
പുറത്തുവിടാത്ത ഒരു സാഹചര്യം എന്നുള്ളത്. നമ്മൾ ഏതാണ്ട് മാസങ്ങളായിരിക്കുന്നു ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകിയിട്ട്. പക്ഷേ അത് മാസങ്ങളോളം ആഭ്യന്തര വകുപ്പിൽ പലയിടത്തായി തട്ടിക്കളിച്ചു. പിന്നീട് നേരിട്ട് ഇടപെട്ട് നമ്മൾ തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഇത്തരമൊരു അപേക്ഷ ഫയലിൽ ഉണ്ട് എന്നുള്ളത് പോലും പല ഉദ്യോഗസ്ഥരും അറിയുന്നത്. അങ്ങനെ വകുപ്പിൽ പോലും അപേക്ഷ പൂഴ്ത്തിവെച്ചതിന് ശേഷമാണ് ഒടുവിൽ നേരിട്ട് തുടർച്ചയായ ഇടപെടലുകൾ നടത്തിയതിനു ശേഷമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്കും തുടർന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഓഫീസിലേക്കും ഈ വിവരാവകാശ അപേക്ഷ എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അങ്ങനെ എല്ലാ ഘട്ടങ്ങളും മറികടന്ന് ഈ പറയുന്ന നൂലാമാലകളെല്ലാം മറികടന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് കാരണമായി പറയുന്നത് ഇതൊന്നും വിവരാവകാശ രേഖയുടെ അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഒരു നിലപാട് എന്നുള്ളത്. പ്രാഥമികമായി മന്ത്രിയെ ചോദ്യം ചെയ്തോ എന്നൊരു ചോദ്യത്തിന് പോലും മറുപടി നൽകാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു കേസുണ്ട്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഒരു കേസ് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതിനപ്പുറത്തേക്ക് കേസിന്റെ പ്രാഥമികമായ ഏതെങ്കിലും ഒരു നടപടിക്രമത്തെ കുറിച്ച് പോലും ഇതുവരെയും അതിലൊരു വ്യക്തത വരുത്താൻ ക്രൈംബ്രാഞ്ചോ സർക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വീണ്ടും പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഏതാണ്ട് 4 മാസം കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരമൊരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ തന്നെ മന്ത്രിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ ഒഴിവാക്കപ്പെട്ട പല മൊഴികളും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പോലീസിന് വിമർശനം കേട്ടതിന്റെ സാഹചര്യത്തിൽ അന്ന് ഒഴിവാക്കപ്പെട്ട മൊഴികളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളൊരു വിലപ്പെട്ട സമയം സർക്കാർ കളഞ്ഞു കുളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നടപടികൾ വൈകിപ്പിക്കുന്നത് മന്ത്രിയെ സംരക്ഷിക്കാനാണെന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഈ രീതിയിൽ ഇത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ട സമയത്ത് ഈ മന്ത്രി പറഞ്ഞത് ഇതിനുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുമെന്നെങ്കിൽ പരിഗണിക്കണമെങ്കിൽ അത് നോക്കുമെന്നുള്ളതാണ്. പക്ഷേ മന്ത്രി ഇതുവരെയും അപ്പീലിന് പോകാൻ തയ്യാറായിട്ടില്ല. കാരണം ഭരണഘടനാ വിരുദ്ധ പ്രസംഗമായതിനാൽ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി അപ്പീൽ തള്ളുമെന്നുള്ളൊരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാത്തത്. മന്ത്രി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാത്ത കാലത്തോളം ക്രൈംബ്രാഞ്ചും ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ അപ്പോഴും മന്ത്രിയെ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ്. രോഹിണി. ശരി പ്രജിത്ത്, ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ കേസിന്റെ വിവരങ്ങൾ മറച്ചുവെച്ച് സർക്കാർ കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ നൽകാനാകില്ലെന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശത്തിന്റെ മറുപടി. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ധനപ്രതിസന്ധിക്കിടെ ഓഫീസ് മുറി അറ്റകുറ്റപ്പണിക്ക് ലക്ഷങ്ങൾ. ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസ് അറ്റകുറ്റപ്പണിക്ക് 10 ലക്ഷം രൂപ അനുവദിച്ച ഉത്തരവ്. തുക അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. സെക്രട്ടേറിയറ്റിലെ 377 നമ്പർ മുറിയിലാണ് അറ്റകുറ്റപ്പണി. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ തന്നെ ചേരുന്നുണ്ട്. പ്രജിത്ത്, വലിയ ധനപ്രതിസന്ധിയാണ് എപ്പോഴും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഓഫീസ് മുറി അറ്റകുറ്റപ്പണിക്കാണ് ലക്ഷങ്ങൾ ചിലവഴിക്കാനായി അനുമതി കിട്ടിയിരിക്കുന്നത്. അതും ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസിന്റെ അറ്റകുറ്റപ്പണിക്കായി 10 ലക്ഷം രൂപയാണ് അനുവദിച്ചുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഒരു കാര്യം പറയേണ്ടതുണ്ട്. ആശാ വർക്കേഴ്സിന് അധികമായി തുക നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. സംസ്ഥാനത്ത് പല പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ എല്ലാ സാമ്പത്തിക വർഷവും 50 വർഷത്തോളം പദ്ധതി വെട്ടിച്ച് കുറയ്ക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. 2025 നവംബർ വരെ വിവിധ വകുപ്പുകൾക്ക് സ്വന്തമായി ഏതെങ്കിലും രീതിയിൽ ഫർണിച്ചറുകൾ വാങ്ങുന്നതിനോ വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഓഫീസുകൾ മോടി പിടിപ്പിക്കുന്നതിനോ ഉള്ള നിയന്ത്രണം അത് ധനവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പക്ഷേ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. അത് ഓഫീസ് മോടി പിടിപ്പിക്കുന്നതാണെങ്കിലും ശരി, ധനവകുപ്പിൽ വാഹനങ്ങൾ വാങ്ങുന്നതിനാണെങ്കിലും ശരി, എല്ലാത്തിനും അധികമായി തുക അനുവദിക്കാൻ ധനവകുപ്പിന് യാതൊരു മടിയുമില്ല എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ ആദ്യം 77 ലക്ഷവും പിന്നീട് 72 ലക്ഷവും ധനവകുപ്പിൽ വാഹനങ്ങൾ വാങ്ങാൻ അനുവദിച്ചൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അന്നും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് നൽകിയത്. പല ധനവകുപ്പിലേക്ക് പല മറ്റു കാര്യങ്ങൾക്കും ഈ രീതിയിൽ പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും ജനം TV പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലെ ഉന്നതനായിട്ടുള്ള ധനകാര്യ വകുപ്പിലെ റിസോഴ്സ് വിഭാഗത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അജിത് പാട്ടീൽ IASന്റെ ഓഫീസ് റൂം നവീകരിക്കുന്നതിന് വേണ്ടിയാണ്, സെക്രട്ടേറിയറ്റിലെ 377 നമ്പർ റൂം നവീകരിക്കുന്നതിന് വേണ്ടിയാണ് ഏതാണ്ട് 10
10,000 രൂപ ഇപ്പോൾ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായി അനുവദിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ നവീകരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത നമുക്കില്ല. പക്ഷേ സർക്കാർ തലത്തിൽ തന്നെ പല രീതിയിലുള്ള ഈ പറയുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല പോലീസ് വാഹനങ്ങളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റോഡിൽ കൂടെ ഓടുന്ന വാഹനത്തിന്റെ പറയുന്ന ഡോറുകളും മറ്റുമൊക്കെ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന സാഹചര്യവും തുരുമ്പിച്ച് വീഴാറായ മൾഗാടുകളും ഒക്കെയുള്ള വാഹനങ്ങൾ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കുന്ന ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പോലും അപകടാവസ്ഥയിൽ തുടരുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ പോലും അവർക്കൊരുക്കി കൊടുക്കാത്തപ്പോഴാണ് ധനകാര്യ വകുപ്പിലെ ഉന്നതന്റെ ഓഫീസ് നവീകരണത്തിന് 10 ലക്ഷത്തിലധികം രൂപ സർക്കാർ അധിക ഫണ്ടായി ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അനുവദിച്ചത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. നേരത്തെ ഈ പറയുന്ന PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ TA അടക്കമുള്ള കാര്യങ്ങൾ അധികമായി നൽകുന്നതിന് ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള KV തോമസിന് അധിക യാത്രാബന്ധ അനുവദിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ, അതായത് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി പണം അനുവദിക്കുന്നതിന് സർക്കാരിന് ഒരു സാമ്പത്തിക നിയന്ത്രണവും ബാധകമല്ല. പക്ഷേ അതേസമയം മറ്റ് വകുപ്പുകളിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ദൈനംദിന ഇടപെടൽ നടത്തുന്ന വകുപ്പുകളിലെ ജീവനക്കാർക്ക് വേണ്ടിയുള്ള അവർക്ക് പെട്രോളിംഗ് നടത്തുന്നതിനുള്ള വാഹനങ്ങൾ നൽകുന്നതിനും അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ധനകാര്യ വകുപ്പിലെ ഉന്നതന് വേണ്ടി ഇത്രയധികം രൂപ ഓഫീസ് നവീകരണത്തിന് മാത്രമായി ചെലവഴിക്കുന്നത്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. ചൈനയ്ക്കെതിരെ വീണ്ടും വ്യാപാര നടപടി കടുപ്പിച്ച അമേരിക്ക. ചൈനയ്ക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് 125% ഉയർത്തി. ഇന്നലെ പ്രഖ്യാപിച്ച 104% നിന്ന് 21% വർധന. അതേസമയം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് നടപ്പാക്കുന്നത് 90 ദിവസത്തേക്ക് നിർത്തിവെച്ചതായി ട്രംപ് അറിയിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തുന്ന കാര്യവും പരിഗണിക്കുമെന്നും ട്രംപ് പറഞ്ഞു. Oh, sure. He's a friend of mine. I mean, I like him. President Xi, I like him. I respect him. But they haven't treated our country right. Sure, I'd meet with him. On the other countries, we have Japan is here, and South Korea is here, and others are here, and we're trying to see them. It's from what I hear, it's much more than 75. I said 75 plus. So many. It's everybody wants to make a deal, actually, and. You know, we want to do what's right for our country. We also want to do what's right for the world. The world is important. I mean, you know, it's the world, right? And I think we're going to make a lot of people very happy. And I think investing in the United States of America will be the greatest investment that anybody's ever made. പെരൂർക്കടയിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരെ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധി ഇന്ന്. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് വിധി പറയുക. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സൈബർ ഫോറൻസിക് തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് നിർണായകമായത്. വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, ഏറെ കൊള്ളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. കാരണം നഗര മധ്യത്തിൽ ഈ കൊലപാതകം നടന്നു എന്നുള്ളത്. അതിനുശേഷം ഈ പ്രതിയിലേക്ക് എത്തിയപ്പോൾ പോലീസിന് തെളിവുകൾ ശേഖരിക്കുന്നതടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. പണയം വെച്ച സ്വർണ്ണമാല, അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ വിദഗ്ധമായി ഒളിപ്പിക്കുന്നതിൽ ഈ പ്രതി സമർത്ഥമായി തന്നെ അത് പലതവണ ഒളിപ്പിച്ച് മാറ്റിയിരുന്നു. പക്ഷേ കേരള പോലീസിൻ്റെ ഏറ്റവും മികവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രതിയെ പിടികൂടുകയും തെളിവ് ശേഖരിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഇന്നാണ് ആ വലിയ വിവാദമുണ്ടായ കൊലപാതക കേസിലെ കോടതി വിധി വരുന്നത്. എങ്ങനെ നമുക്ക് വിലയിരുത്താം? രോഹിണി, 2022 ഫെബ്രുവരി 6-നാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ അമ്പലമുക്കിൽ അലങ്കാര ചെടി വിൽക്കുന്ന കടയിലെ ജീവനക്കാരിയും നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനിയായ വിനീതയെ പട്ടാപ്പകൽ ഈ തൊണ്ടയിലേക്ക് കത്തി കുത്തിയിറക്കി അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ഈ സാക്ഷിമൊഴികളൊന്നുമില്ലായിരുന്ന കേസിൽ, അല്ലെങ്കിൽ സാക്ഷികളൊന്നുമില്ലായിരുന്ന കേസിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സൈബർ തെളിവുകളും ഉപയോഗിച്ചുകൊണ്ടാണ് കേരള പോലീസ് ഈ കേസ് തെളിയിച്ചത് എന്ന് പറയേണ്ടി വരുന്നു. തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ പ്രധാന പ്രതി. ഓൺലൈൻ ട്രേഡിങ്ങും മറ്റും നടത്തിയിരുന്ന രാജേന്ദ്രൻ സാമ്പത്തികമായിട്ട് തളർന്നിരുന്നു. സാമ്പത്തികമായിട്ട് ഈ തളർന്ന സമയത്ത് ഈ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതക രീതി ചെയ്തിരുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ സമാനമായ രീതിയിൽ തന്നെയാണ് തമിഴ്നാട് കന്യാകുമാരിയിലെ സുബ്ബയ്യയെയും
ഭാര്യയെയും വളർത്തുമകളെയും കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ കേസിൽ തമിഴ്നാട് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ തമിഴ്നാട് സൈബർ വിദഗ്ധരുടെയൊക്കെ സഹായം കേരള പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 118 സാക്ഷികളിൽ 90 പേരെ സാക്ഷികളായിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. കാരണം ഈ സൈബർ തെളിവുകൾക്ക് പുറമേ തന്നെ ഈ കൊലപാതകം ആരും നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ കൊലപാതകം സംഭവിക്കുന്ന സമയത്ത് ആരും ആ പ്രദേശത്ത് ഉണ്ടാവുകയോ ചെയ്യുന്നത്. പക്ഷേ ഇയാൾ സഞ്ചരിച്ച സഞ്ചാരപാതയും CCTV ദൃശ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച തെളിവുകളും സാക്ഷികളെ കാണിച്ചുകൊണ്ടാണ് ഈ കേസ് തെളിയിച്ചത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവ്, 7 DVD എന്നിവയും 222 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പട്ടാപ്പകലായിരുന്നു അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയെ ഈ കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ ഓക്കൽ കോഡ് കീറിപ്പോകുന്ന രീതിയിൽ കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ മാലയും കവർന്നിരുന്നു. ഈ മാല കവർന്നതിന് ശേഷം ഇത് പണയം വെച്ചിരുന്നു. ഈ പണയം വെച്ചിരുന്ന അതോടൊപ്പം തന്നെ ഈ പണയം വെച്ചിരുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിലാണ് പക്ഷേ ഈ രാജേന്ദ്രനെ പോലീസിനെ കൊടുക്കാനായത്. 2022 പട്ടാപ്പകൽ തിരുവനന്തപുരം നഗരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നത്. ഏതായാലും 2 വർഷത്തിനുള്ളിൽ ഈ കേസിലൊരു തീർപ്പുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട്ടിലും രാജേന്ദ്രൻ സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും 2022 നടന്ന കേസിൽ ഇന്ന് വിധി വരും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻ ജഡ്ജ് പ്രസൂൺ മോഹനാണ് ഈ കേസിൽ വിധി പറയുന്നത്. രോഹിണി. ശരി ടിൻറ്റു. പെരൂർക്കടയിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധി ഇന്ന്. ടിൻറ്റു ദാസാണ് വിവരങ്ങൾ നൽകിയത്. ചൈനയ്ക്കെതിരെ വീണ്ടും വ്യാപാര നടപടി കടുപ്പിച്ച അമേരിക്ക ചൈനയ്ക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് 125% ഉയർത്തി. ഇന്നലെ പ്രഖ്യാപിച്ച 104%-ൽ നിന്ന് 21% വർധന. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ചൈനയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് നടപ്പാക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ച സ്ഥാനത്താണ് ചൈനയ്ക്ക് മേൽ അധിക താരിഫായി 125% ഉയർത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ചില കടുത്ത നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് തൊട്ടു മുമ്പ്, അതായത് ഇന്നലെ രാത്രിയോടെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ചൈന തിരിച്ചും 84% ചൈന തിരിച്ച് റെസിപ്രോക്കൽ നികുതി ചുമത്തിയത്, അല്ലെങ്കിൽ പകരം ചുമത്തിയത്. ഈ 84%. നേരത്തെ ഉണ്ടായിരുന്ന 34%-ൽ നിന്നും 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ രാത്രിയോടെ ഉണ്ടാവുകയും ഉടനടി കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങുകയുമായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു, 2 ദിവസം മുമ്പ്, അതല്ലെങ്കിൽ ഏപ്രിൽ 8-ാം തീയതി വളരെ കൃത്യമായി അമേരിക്ക പ്രഖ്യാപിച്ചത് 104% വരെയുള്ള നികുതിയായിരുന്നു. അതായത് 104% വരെ ഇമ്പോർട്ട് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുക എന്നൊരു നീക്കമായിരുന്നു നേരത്തെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ ഈ 104 എന്നുള്ളത് ഒറ്റയടിക്ക് ഇന്നലെ രാത്രി ഈ 84% നികുതി അധിക താരിഫ് ചൈന ചുമത്തിയതോടെ അമേരിക്ക 21% കൂടി തങ്ങളുടെ ആ നികുതി നിരക്കിൽ വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ 125% വർധന ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 125% എന്ന് പറയുന്നത് ചൈനയുടെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുകളിലാണ് എന്നതാണ് അതീവ ഗൗരവമായ ഒരു വിഷയം. അത് വലിയ ബാധ്യതയും വലിയൊരു തിരിച്ചടിയും ചൈനയ്ക്ക് ഉണ്ടാക്കുമെന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളിലേക്ക് ട്രംപ് നീങ്ങുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കറിയാവുന്നതാണ്, മറ്റു പല പരിഷ്കരണങ്ങളും അദ്ദേഹം ഈ നികുതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയിരുന്നു. 90 ദിവസത്തേക്ക്, നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു, ഏതാണ്ട് 100ഓളം രാജ്യങ്ങൾക്ക് 10% നികുതി, എല്ലാ രാജ്യങ്ങൾക്കും 10% നികുതി ചുമത്തുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. അത്തരത്തിൽ 10% ചുമത്തിയ അധിക താരിഫ്, 10% മുതൽ 25% വരെ ചുമത്തിയ അധിക താരിഫ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇന്നലെ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എങ്കിലും ചൈനയെ അക്കാര്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചൈനയ്ക്ക് ആ നികുതി ചുമത്തിയ താരിഫ് അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്തു. കടുത്ത ഒരു വ്യാപാര യുദ്ധം ചൈനയുമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ വ്യാപാര തർക്കം നിലനിൽക്കുന്ന, അതായത് ഒരു 100
ലക്ഷം കോടി രൂപയുടെ, അതായത് ലക്ഷം കോടി ഡോളറിന്റെ വ്യാപാര നഷ്ടം ഇരു രാജ്യങ്ങൾക്കിടയിലുണ്ട്. അതായത് ചൈനയും അമേരിക്കയുമായുള്ള വാണിജ്യ ബന്ധത്തിൽ ലക്ഷം കോടി രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകാതെ, അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും കൃത്യമായ ഒരു സർപ്ലസിലേക്ക്, ഒരു നോമിനൽ സർപ്ലസിലേക്ക് കൊണ്ടുവരാതെ വലിയ മാറ്റത്തിലേക്ക് നിലനിർത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് നേരത്തെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടെ പരാതി നൽകി ചൈന നിയമപരമായി നീങ്ങുകയും ഒപ്പം തന്നെ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 84% അധിക താരിഫ് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നീക്കങ്ങളും ഉണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ ചൈനയുമായി കടുത്ത വാണിജ്യ തർക്കത്തിന് ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വാണിജ്യ യുദ്ധത്തിന് അമേരിക്ക ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ട്രംപിന്റെ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 125% ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന നികുതി. ശരി ഐസൻ, തുടരുക. ഇസ്രയേലിൽ നിന്ന് മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഡൊമിനിക് റിപ്പബ്ലിക്കൻ തലസ്ഥാനമായ സാന്റോ ഡൊമിംഗോയിൽ നിശാ ക്ലബിന്റെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ മരണം 124ആയി 150 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഐസൻ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പാണ് ഈ അപകടമുണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ സാന്റോ ഡൊമിംഗോയിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ വളരെ ആഘോഷമായ പരിപാടികൾ, അതായത് ഈ ഗാനമേളയൊക്കെ നടക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ സംഗീത പരിപാടി നടക്കുന്ന ഒരു സമയത്താണ് ഈ അപകടമുണ്ടായത്. മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. ആ മേൽക്കൂര തകർന്നു വീണ് ഉടൻ തന്നെ റൂബി പെറസ് എന്ന് പറയുന്ന ഒരു ഗായകൻ, ലോകപ്രശസ്തനായ ഒരു ഗായകൻ മരണപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ പല പ്രശസ്ത വ്യക്തികളും ഫുട്ബോളർമാരെല്ലാം തന്നെ ഈ നൈറ്റ് ക്ലബ്ബിൽ ഉണ്ടായിരുന്നു. അവരിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രമുഖ വ്യക്തികളുടെയും മരണം സംഭവിച്ചിരുന്നു. ആ മരണസംഖ്യ ഇന്നലെ 60-70 ഒക്കെ ആയിരുന്ന മരണസംഖ്യ ഇന്ന് വീണ്ടും വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. 125 പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടം നടന്ന് ഉടൻ തന്നെ അവിടെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം തന്നെ കൃത്യമായി നടക്കുകയും, അതായത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ കൃത്യമായ റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം നടക്കുകയും ചെയ്തുവെങ്കിൽ കൂടി കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിയവരെ പലരെയും ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചുവെങ്കിൽ കൂടി രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ ഇപ്പോൾ വീണ്ടും 125ആയി മരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവമുള്ളൊരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. വലിയ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞ ഹാളിന് മുകളിലെ മേൽക്കൂര തകർന്നു വീണത് സംബന്ധിച്ചുള്ള അന്വേഷണവും മറ്റൊരു വഴിക്ക് നടക്കുന്നുമുണ്ട്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ജില്ലയിലെത്തുന്ന സഞ്ചാരികൾക്ക് വയനാടിന്റെ കാർഷിക മേഖലയെക്കുറിച്ച് അറിവ് നൽകുന്ന നൂൽപ്പുഴയിലെ പൈതൃക മ്യൂസിയം 2.5 വർഷമായിട്ടും തുറന്നു നൽകാൻ നടപടിയില്ല. കല്ലൂർ 67-ൽ 2022 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മ്യൂസിയമാണ് ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നത്. നൂൽപ്പുഴ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മ്യൂസിയം തുറന്നു നൽകാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വയനാടിന്റെ കാർഷിക മേഖലയിൽ പൂർവികർ ഉപയോഗിച്ചിരുന്ന വിവിധങ്ങളായ ഉപകരണങ്ങളും നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുമാണ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കലപ്പ, നുകം, കുന്തം, എഴുത്താണി, താളിയോലകൾ, പരമ്പരാഗത നെൽവിത്തുകൾ, ശിലാലിഖിതങ്ങൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന യുവതലമുറയ്ക്ക് പഴയകാല വയനാടൻ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്ന തരത്തിലാണ് മ്യൂസിയത്തിൽ സാധന സാമഗ്രികൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഉണർവുണ്ടാകേണ്ട ഒന്നായിരുന്നു പൈതൃക മ്യൂസിയം. ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് 2022 പൂർത്തീകരിച്ച ഈ പദ്ധതി ഇന്നും അടഞ്ഞു കിടക്കുക. വയനാടിന്റെ കാർഷിക മേഖലയിലുള്ള പണിയായുധങ്ങളും അതുപോലെ കാർഷിക ഉപകരണങ്ങളും എല്ലാം പരിചയപ്പെടുത്തുവാനും പുതുതലമുറയ്ക്ക് നല്ല രൂപത്തിലേക്ക് ഇത് കാണുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേക്ക് ഒരു പദ്ധതി കൊണ്ടുവന്നത്. 35 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മ്യൂസിയത്തിന് കെട്ടിടം നിർമ്മിച്ചത്. തുടർന്ന് സമീപത്തെ കർഷകരിൽ നിന്നടക്കം ശേഖരിച്ച സാധനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ച മ്യൂസിയം ഉദ്ഘാടനം ചെയ്തെങ്കിലും ആഴ്ചകൾക്കകം അടച്ചുപൂട്ടുകയായിരുന്നു. മ്യൂസിയത്തിന് മുഖ്യ കവാടമില്ലാത്തതും മ്യൂസിയം നടത്താൻ സർക്കാരിന്റെ അനുമതി ഇല്ലാത്തതുമാണ് മ്യൂസിയം തുറന്നു പ്രവർത്തിക്കുന്നതിന് വിലങ്ങുതടിയായി പഞ്ചായത്ത് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട പൈതൃക മ്യൂസിയം എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, വയനാട്. സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസ പരിശീലന ക്ലാസ് നൽകാൻ ഒരുങ്ങി സർക്കാർ. പ്രോജക്റ്റ് എക്സ് എന്ന പേരിൽ തിരുവനന്തപുരത്തെ 500 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കാണ് പദ്ധതി തയ്യാറാക്കുന്നത്. സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസ പരിശീലനം നൽകുന്നു. കുട്ടികൾക്കെതിരായ അതിക്രമം പ്രതിരോധിക്കുക ലക്ഷ്യമിട്ടാണ് 1000 ലോവർ അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പരിശീലനം നൽകുന്നത്.
പ്രോജക്ട് എക്സ് എന്ന പേരിൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തെ 500 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കാണ് ഇത് നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് പ്രതിവർഷം 4500-ലധികം പോക്സോ കേസുകളാണ് ഉണ്ടാകുന്നത്. എന്നാൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കാൻ പല അധ്യാപകർക്കും പരിശീലനമില്ലെന്നും ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് മതിയായ അറിവില്ലെന്നും അടുത്തിടെ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു. കനൽ ഇന്നോവേഷൻ എന്ന NGO 220 അധ്യാപകരിൽ നടത്തിയ സർവേയിൽ അധ്യാപകർക്ക് ലൈംഗികതയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ പോലും ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശീലനം നൽകുന്നതിനായി പ്രോജക്ട് എക്സ് തുടങ്ങാൻ ഒരുങ്ങുന്നത്. ചൂഷണം ചെറുക്കാൻ കുട്ടികൾക്ക് ഫലപ്രദമായ പിന്തുണ നൽകാനുള്ള പരിശീലനം അധ്യാപകർക്ക് നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജനം, തിരുവനന്തപുരം. കൊച്ചി പുത്തൻകുരിശ് അയ്യൻകുഴി പ്രദേശത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് BJP. HOCL, BPCL കമ്പനികളിൽ നിന്നുമുള്ള മലിനീകരണം തടയാൻ നടപടിയുണ്ടാകണം. കമ്പനികളിൽ നിന്നും ഉയരുന്ന പൊടി കുട്ടികളടക്കമുള്ള പ്രദേശവാസികൾക്ക് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും BJP ആരോപിച്ചു. വിഷയം വഷളാക്കിയത് കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥരാണെന്നും BJP ആരോപിക്കുന്നു. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ താമസിക്കുന്ന ജനങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. സമീപത്തെ HOCL, BPCL പ്ലാന്റുകളിൽ നിന്നും വലിയ തോതിൽ മാലിന്യം തള്ളപ്പെടുന്നു. പ്രദേശത്ത് വായു മലിനീകരണം രൂക്ഷമാണ്. മാരകമായ രാസപദാർത്ഥം പറന്നു വീണ് കുടിവെള്ളം മുട്ടുകയും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തിട്ടും ഉത്തരവാദിത്തമേൽക്കാതെയും പരിഹാരം കാണാതെയും ഒളിച്ചു കളിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയും കമ്പനി അധികൃതരുമെന്ന് BJP ആരോപിച്ചു. 1.5 ആഴ്ച മുമ്പ് ആ പ്രദേശത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു അതിമാരകമായിട്ടുള്ള ഒരു കെമിക്കല് അവിടെ അന്തരീക്ഷത്തിലൂടെ പറന്ന് ആ പ്രദേശം ആകെ വ്യാപിക്കുകയും അവരുടെ മുറ്റത്തുള്ള കിണറടക്കമുള്ള കുടിവെള്ള സ്രോതസ്സുകൾ എല്ലാം മലിനമാക്കുകയും ചെയ്തപ്പോൾ ആ സംഭവം അന്നേരം തന്നെ ഈ പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ കമ്പനിയെയും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വിളിച്ചറിയിച്ചെങ്കിലും ഒരാളും അത് അന്വേഷിക്കുവാനായിട്ട് ആ പ്രദേശത്തേക്ക് കടന്നു ചെന്നില്ല എന്നുള്ളതാണ്. മലിനീകരണത്തിനെതിരെ കഴിഞ്ഞ ദിവസം ജനകീയ സമിതി പ്രതിഷേധം നടത്തിയിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ വിരട്ടിയോടിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധം കനക്കുകയായിരുന്നു. തുടർന്ന് കമ്പനി അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായി. മലിനീകരണം തടയാൻ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ മുൻപും ചർച്ചകൾ നടന്നിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നു. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടും അത് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ടതിന് പകരം 1.5 ആഴ്ചക്കാലം അത് വലിച്ചു നീട്ടി ഇപ്പോഴും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. എങ്കിലും CA അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് താൽക്കാലികമായിട്ട് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുള്ളത്. അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് 9 ഏക്കറിൽ 42 കുടുംബങ്ങൾ സാൻഡ്വിച്ച് പരുവത്തിൽ അവിടെ ജീവിക്കുകയാണ്. അവർക്ക് ശുദ്ധമായി ശ്വസിക്കാനും ശുദ്ധജലം കുടിക്കുവാനും അവർക്ക് മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അതിന് BPCL കമ്പനിയോ അല്ലെങ്കിൽ HOC കമ്പനിയോ അവരുടെ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് അവർക്ക് അവരെ ആ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കുവാനായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്നുള്ള കാലങ്ങളായിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇവിടുത്തെ BPCL കമ്പനിയിൽ ജോലി ചെയ്യുന്നതെന്നും BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് MR രാജീവ് അഭിപ്രായപ്പെട്ടു. ജനം, കൊച്ചി. മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ അവഗണിക്കുന്നതിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയം അടക്കം പിന്നീട് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. പലതവണ പല ആവശ്യങ്ങളുമായി വ്യാപാരികൾ സർക്കാരിനെ സമീപിച്ചു. എന്നാൽ അവഗണനയായിരുന്നു ഫലം. ഓരോ തിരഞ്ഞെടുപ്പുകളിലും വാഗ്ദാനങ്ങൾ നൽകും, എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല. നികുതിയിലൂടെ വ്യാപാരികൾ സർക്കാരിന്റെ പ്രധാന വരുമാനമാർഗമായിട്ട് പോലും അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. നിലമ്പൂരിൽ വ്യാപാരികളുടെ പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനൊപ്പം വിവിധ സംഘടനകളുടെ പിന്തുണയും തേടും. തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് കാലം കാലമായിട്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഒരുപാട് അവഗണനകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ സമീപിക്കുന്ന സമയത്തൊക്കെ ഒരു ഗവൺമെൻറ് ഞങ്ങളെ കാര്യങ്ങൾ വേണ്ട സഹായം ചെയ്തു തരുന്നില്ല. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന വിഭാഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. അത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ നിയമസഭയിലേക്ക് ഒരു പ്രതിനിധി എത്തേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് നിലമ്പൂരിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിലൂടെ അവഗണനയ്ക്ക് സർക്കാരിന് ശക്തമായ മറുപടി നൽകുകയാണ് വ്യാപാരികളുടെ ലക്ഷ്യം. മണ്ഡലത്തിൽ 15,000-ഓളം വോട്ടുകൾ വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. മറ്റു ചില സംഘടനകളെ കൂടെ ചേർത്ത് ശക്തി ഉറപ്പിക്കും. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും.
ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. ഇടുക്കി നെല്ലാപ്പാറയിൽ സ്വകാര്യ വ്യക്തി നടപ്പുവഴി പൊളിച്ചു നീക്കാൻ ശ്രമിക്കുന്നതായി പരാതി. പഞ്ചായത്തിന്റെയും കോടതിയുടെയും നിർദ്ദേശവും മറികടന്ന് നടപ്പാത പൊളിക്കുമെന്ന് ഉടമ ഭീഷണിപ്പെടുത്തുന്നതായാണ് ആരോപണം. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് നീക്കിയതോടെ നടപ്പാതയുടെ ഭാഗമായ പടിക്കെട്ടുകൾ അപകടാവസ്ഥയിലുമായി. പതിറ്റാണ്ടുകളായി കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ ഉൾപ്പെടുന്ന നെല്ലാപ്പാറയിലെ 10-ലധികം വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന നടപ്പാതയാണിത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടപ്പാതയോട് ചേർന്നുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ഉടമ തീരുമാനിച്ചു. പിന്നാലെയാണ് നടപ്പാത ഉൾപ്പെടെ പൊളിച്ചു നീക്കിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന വിവരം പ്രദേശവാസികൾ അറിഞ്ഞത്. പിന്നാലെ ഇവർ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതിപ്പോൾ 100 വർഷത്തെ വഴക്കമുള്ള വഴിയാണിത്. കെട്ടിടം വെക്കാൻ വേണ്ടി അടുത്തോട്ട് പൊളിച്ചു വരികയാണ്. ഇതിപ്പോൾ യാതൊരു മാർഗവുമില്ല. നട മൊത്തം പോയി കിടക്കുവാണ്. ബാക്കിയുള്ള പൊളിക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ്. തടസ്സപ്പെട്ട് അങ്ങനെ അവരൊന്നും പറയുന്നില്ല. അത് പൊളിക്കണം കെട്ടണം വഴി പൊളിച്ചിട്ട് കെട്ടണം വേണ്ടത് മാത്രമേ പറയുന്നത്. 70 വയസ്സുണ്ട്. ഞാൻ നേരത്തെ തൊട്ട് കഴിയുന്നത് ഒരു 100 വർഷത്തെ വഴക്കമുണ്ട് ഈ വഴി. എൻ്റെ കൊച്ചുനാൾ തൊട്ട് ഞാൻ ഇവിടെ അടുത്ത് കിണർ ചേട്ടന് വെള്ളം കോരിക്കൊണ്ട് ഈ വഴി നേരെ പോകുന്നു. വേറെ വഴിയൊന്നുമില്ല, ഒറ്റ വഴിയുള്ളൂ. അവർ ഓരോ ദിവസം നേരത്തെ ഇട്ട് വന്നേക്കുന്ന വഴി. ഇതിനിടെ പഞ്ചായത്ത് അധികൃതരെയും കോടതിയും ഇവർ സമീപിച്ചു. നടപ്പ് വഴി വിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന നിർദ്ദേശവും ലഭിച്ചു. ഇതോടെ നടപ്പുവഴിയുടെ ഭാഗമായി KSDP പണിതു നൽകിയ പടിക്കെട്ട് അപകടത്തിലാകും വിധം സ്വകാര്യ വ്യക്തി മണ്ണെടുത്ത് മാറ്റിയെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഉടമസ്ഥൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഇവിടെ ഒരു മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് പണിയണം. ആ ബിൽഡിംഗ് പണിത് കഴിയുമ്പോഴത്തേക്കും അയാൾ ഈ സൈഡ് കെട്ടി വഴി അന്നേരം തരാമെന്നാണ് പറയുന്നത്. അത്രയും ദിവസം നമ്മളെങ്ങനെ മുടക്കും? അത് മാത്രമല്ല, ഇത് വഴി പൊളിച്ചു കഴിഞ്ഞ് നമുക്ക് ഇയാൾ തരുമെന്ന് യാതൊരു ഉറപ്പുമില്ല വഴി. അപ്പോൾ ഇയാൾ പഞ്ചായത്തിലൊക്കെ പറയുന്നത് എനിക്ക് വഴി തരുന്നതിന് തടസ്സമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ പൊളിച്ചു കളയുന്നുള്ള കാര്യം പറയുന്നില്ല. ഞങ്ങളോടൊക്കെ നേരിട്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് എന്ത് വില കൊടുത്ത് ഞാനത് പൊളിക്കുമെന്നാണ് പറഞ്ഞത്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയതോടെ പൊളിഞ്ഞ ഭാഗത്ത് താങ്ങ് നൽകിയിരിക്കുകയാണ്. മണ്ണെടുത്തപ്പോൾ കല്ല് ഇളകിപ്പോയതെന്നും അപകടാവസ്ഥയിലായ ഭാഗം പുനർനിർമ്മിക്കുമെന്നുമാണ് സ്ഥലമുടമ നൽകുന്ന വിശദീകരണം. തനിക്കെതിരായി വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടപ്പാത വിട്ടു മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നുമാണ് സ്ഥലമുടമ പറയുന്നത്. ജനം, ഇടുക്കി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ന് ഭാരതത്തിലെത്തിക്കും. റാണയുമായി NIA സംഘം ഇന്നലെ പുറപ്പെട്ടിരുന്നു. ഇന്ന് ഉച്ചയോടെ റാണയെ ഡൽഹിയിലെത്തിക്കുമെന്നാണ് സൂചന. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മോദി സർക്കാരിന്റെ വലിയ വിജയമായി, നയതന്ത്ര വിജയമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് വരുന്നത്. കാരണം 16 വർഷങ്ങൾക്ക് ശേഷം US-ൽ നിന്ന് ഇത്തരത്തിലൊരു എക്സ്ട്രാഡിഷൻ സാധ്യമാക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. എന്തായാലും തഹാവൂർ ഹുസൈൻ റാണ ഭാരതത്തിലെത്തുമ്പോൾ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം നിർണായകമാകും മുംബൈ ഭീകരാക്രമണ കേസിന്റെ തുടർ വിചാരണ നടപടികൾ അടക്കം? രോഹിണിയും അസാധാരണമായ നടപടി തന്നെയാണ് ഈ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സാധാരണയായി പല ഭീകരവാദികളും ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും വളരെ സുരക്ഷിതമായി അതാത് രാജ്യങ്ങളിൽ തുടരുകയും ചെയ്യുന്ന ശൈലി മുൻപുണ്ടായിട്ടുണ്ട്. അത്തരം ഭീകരശക്തികൾക്ക് മുഴുവൻ കൃത്യമായ സന്ദേശം നൽകുന്നതാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കം എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ. ഇന്ന് ഉച്ചയോടുകൂടി ഈ ഭീകരനെ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ എത്തിക്കുകയാണ്. അതിനുശേഷം പിന്നീട് NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും റോ പോലെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ഭാരതത്തിന് ലഭിക്കുമെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. കാരണം മുംബൈ ഭീകരാക്രമണം മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മുൻപ് നടന്നിട്ടുള്ള, ഇപ്പോൾ അടുത്ത കാലത്തായി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷേ UPA സർക്കാരിൻ്റെയൊക്കെ കാലത്ത് തുടർച്ചയായി രാജ്യത്തുണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങളിൽ കൃത്യമായി തെളിവുകൾ ശേഖരിക്കുവാൻ ഈ തഹാവൂർ ഹുസൈൻ റാണയുടെ കടന്നുവരവ് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ ഇയാളെ രാജ്യത്ത് എത്തിച്ചാൽ ഉടൻ തന്നെ NIA, റോ തുടങ്ങിയ ഏജൻസികളെല്ലാം വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഇയാളെയും വഹിച്ചുകൊണ്ട് വിമാനം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 7 മണി സമയത്ത് NIA-യുടെ നേതൃത്വത്തിൽ പ്രത്യേക വിമാനത്തിലാണ് ഈ ഭീകരനെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഡൽഹിയിലേക്കാണ് എത്തിക്കുന്നത്. ഡൽഹി പാലം വിമാനത്താവളത്തിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഈ പ്രത്യേക വിമാനം ലാൻഡ് ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഇയാളെ തീഹാർ ജയിലിലേക്ക് മാറ്റി അവിടെയാകും ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നത്. 2008 നവംബർ മാസം 26-ന് ഭാരതത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണം, അതിൽ 166ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാക് ഭീകരവാദ സംഘടനയായ ലഷ്കർ
ലഷ്കർ ഇ തൊയ്ബയാണ് ഇത് നടത്തിയതെന്നത് സംബന്ധിച്ച് അപ്പോൾ തന്നെ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും മറ്റ് അന്വേഷണ സംഘങ്ങൾക്കും എല്ലാം വിവരം ലഭിച്ചതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭീകരനായിട്ടുള്ള ഹാഫീസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അന്വേഷണം വിവിധ ഘട്ടങ്ങളിലേക്ക് നീങ്ങിയപ്പോഴാണ് ഈ തഹാവൂർ ഹുസൈൻ റാന അതോടൊപ്പം തന്നെ ഡേവിഡ് ഹെഡ്ലി തുടങ്ങിയ ഭീകരന്മാരും ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ്. അതോടൊപ്പം ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ഈ ഭീകരന്മാരെ അതിനായി ഉപയോഗപ്പെടുത്തി എന്നതാണ് അതിൽ തെളിഞ്ഞു വന്നത്. ഇതേ തുടർന്ന് ഇന്ത്യ പല ഘട്ടങ്ങളിൽ ഈ ഭീകരന്മാരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നുവെങ്കിലും നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലേറിയതോടുകൂടി ഇത്തരം നീക്കങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി നടക്കുകയായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ തഹാവൂർ ഹുസൈൻ റാനെ ഇപ്പോൾ ഇന്ത്യക്ക് വിട്ടുകിട്ടിയിരിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട വായ്പൂരിൽ സേവാഭാരതി ആംബുലൻസിന് നേരെ SDPI ആക്രമണം. മർദ്ദനത്തിൽ പരിക്കേറ്റ ഡ്രൈവർ യദു മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. RSS പ്രവർത്തകന്റെ വീട് അടിച്ചു തകർത്ത കേസിലെ പ്രതി അടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്തായിരുന്നു സംഭവം? രോഹിണി, ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പത്തനംതിട്ട വായ്പൂരിൽ നിന്ന് കുളത്തൂരിലുള്ള ക്ഷേത്ര ഉത്സവത്തിനിടെ കുഴഞ്ഞു വീണ രോഗിയുമായി ആശുപത്രിയിലേക്ക് അടിയന്തരമായി പോകും വഴിയാണ് ഈ ആംബുലൻസിന് നേരെ SDPIക്കാരുടെ ആക്രമണം ഉണ്ടായതെന്നാണ് പരാതി ഉയരുന്നത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഡ്രൈവർ യദുവിനെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാത്രി പ്രവേശിപ്പിക്കുകയും ചെയ്തു. കയ്യേറ്റത്തിന് പുറമെ ആംബുലൻസിന്റെ ചില്ലുകളും ഈ അക്രമി സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. നേരത്തെ കോട്ടാങ്ങിലുള്ള പെരുമ്പാറയിൽ RSS പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിലെ പ്രതിയുടെ നേതൃത്വത്തിലുള്ള 10 സംഘമാണ് അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് ആംബുലൻസ് ഡ്രൈവറിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് പ്രകോപനം ഒന്നും കൂടാതെ ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായതിനെതിരെ പ്രതിഷേധവും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ശരി മിഥുൻ. പത്തനംതിട്ട വായ്പൂരിൽ സേവാഭാരതി ആംബുലൻസിന് നേരെ SDPI ആക്രമണം. മർദ്ദനത്തിൽ പരിക്കേറ്റ ഡ്രൈവർ യദു മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. RSS പ്രവർത്തകന്റെ വീട് അടിച്ചു തകർത്ത കേസിലെ പ്രതി അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്രത്തിലാദ്യമായി പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തെത്തി BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ. സംസ്ഥാനത്തെ 87 മുനിസിപ്പാലിറ്റികളിലാണ് പാലക്കാട് നഗരസഭ ഒന്നാമതെത്തിയത്. 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിലേറെ സന്തോഷമെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ പാലക്കാട് നഗരസഭയിൽ നല്ല ജീവനക്കാരാണ് ഇതിന് കാരണക്കാർ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 21, 22 സ്ഥാനമുള്ള നഗരസഭ ഇന്ന് 1ാം സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോൾ പാലക്കാട് നഗരസഭയിലെ സെക്രട്ടറി, ME, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതുപോലെ തന്നെ AEമാർ, മറ്റ് പ്ലാനിങ്ങിൽ വർക്ക് ചെയ്യുന്ന സുരേഷ്, അങ്ങനെ നിരവധി ആൾക്കാർ, പേരെടുത്ത് പറയാവുന്ന നിരവധി ആൾക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്രാവശ്യം നമ്മൾ നഗരസഭ മുന്നിലെത്താൻ സാധിച്ചത് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കണം. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, സംസ്ഥാനത്തെ 87 മുനിസിപ്പാലിറ്റികളിലാണ് പാലക്കാട് നഗരസഭ ഒന്നാമതെത്തിയിരിക്കുന്നത്. BJP ഭരിക്കുന്ന നഗരസഭയാണ്. പ്ലാൻ ഫണ്ട് വിനിയോഗത്തിലാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിച്ചതെന്നറിയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് പാലക്കാട് നഗരസഭ, BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഇത്തരത്തിലൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. പ്ലാൻ ഫണ്ട് വിനിയോഗത്തിലാണ് സംസ്ഥാന തലത്തിൽ നഗരസഭ ഒന്നാമത് എത്തിയിരിക്കുന്നത്. 87 മുനിസിപ്പാലിറ്റികളെ 86 നഗരസഭകളെ പിന്തള്ളിയാണ് പാലക്കാട് നഗരസഭ ഒന്നാമതായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അംഗീകരിച്ചത് 20.70 കോടി രൂപയുടെ ബജറ്റാണ്. ഇതിൽ 24.65 കോടി രൂപ ചെലവഴിച്ച് 119.08% നേടിയാണ് പാലക്കാട് നഗരസഭ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ ശരവേഗം കുതിക്കുന്ന ഒരു സാഹചര്യവും തന്നെയാണ് ഉള്ളത്. മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനമാണ് പാലക്കാട് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബയോ മൈനിങ് ഒക്കെ വളരെ വിജയകരമായിട്ട് തന്നെ നഗരസഭ നടത്തുകയുണ്ടായി. പതിറ്റാണ്ടുകളായി, കാലങ്ങളായി കെട്ടിക്കിടക്കുകയായിരുന്ന മാലിന്യത്തെ മുഴുവൻ ബയോമൈനിങ്ങിലൂടെ വേർതിരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിനൊക്കെ ഈ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആരംഭിച്ചത് പാലക്കാട് നഗരസഭയാണ്. കൂടാതെ ചെറുതും വലുതുമായ റോഡുകളൊക്കെ വലിയ രീതിയിൽ മികച്ച ഗുണനിലവാരത്തിലേക്ക് ഉയർത്താൻ പാലക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ
ആരോഗ്യ മേഖലയിലും മറ്റുമൊക്കെ ഫയലുകളുടെ നീക്കവും മറ്റുമൊക്കെ ഡാറ്റ വഴിയും മറ്റും ആക്കി സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് അത്തരം ഒരു പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വിവിധ കേന്ദ്ര പദ്ധതികളൊക്കെ നഗരസഭയിലേക്ക് എത്തിച്ചും വികസനത്തിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടാണ് പാലക്കാട് നഗരസഭയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം കൂടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ പാലക്കാട് നഗരസഭ ഒന്നാമതെത്തിയിരിക്കുന്നതിലൂടെ. ശരി അരുൺ, ചരിത്രത്തിൽ ആദ്യമായി പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ. സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റികളിലാണ് പാലക്കാട് നഗരസഭ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഒറ്റപ്പാലം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഖരമാലിന്യ സംസ്കരണത്തിൽ കോടികളുടെ അഴിമതി എന്ന ആരോപണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടിയതുൾപ്പെടെ അഴിമതി നടത്തിയതായി BJP ആരോപിച്ചു. പ്ലാന്റിലെ പ്രവർത്തനവും BJP പ്രവർത്തകർ തടഞ്ഞു. അരുൺ ചേരുന്നു. അരുൺ പറയൂ. ഒറ്റപ്പാലം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മന്ത്രി MP രാജേഷ് പങ്കെടുക്കുന്ന ഒരു പരിപാടി അടുത്ത ദിവസമായി നടക്കുന്നത്. ആ പരിപാടിയിലേക്ക് മണ്ണ് അവിടെ നിന്നും നീക്കം ചെയ്ത സമയത്താണ് മണ്ണിനടിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കണ്ടത്. ഈ ഒറ്റപ്പാലം നഗരസഭയിലെ ഈ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ബയോമൈനിങ് നടത്തുന്നതിന് 2 ഘട്ടങ്ങളിലായി 6 കോടിയോളം രൂപ കരാർ കമ്പനിക്ക് നൽകിയിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാതെ ഈ ജൈവ മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മണ്ണിട്ട് മൂടുകയാണ് ഈ കമ്പനി ചെയ്തിട്ടുള്ളതെന്നും ഇതിൽ വലിയ അഴിമതി ഉണ്ട് എന്നുള്ളതുമാണ് BJP ആരോപിക്കുന്നത്. മാത്രമല്ല മുനിസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഭരണസമിതിയുടെ അറിവോടും അംഗീകാരത്തോടും കൂടിയാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്നും BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P വേണുഗോപാൽ ആരോപിക്കുന്നുണ്ട്. ഈ 3-ാം ഘട്ടം ബയോമൈനിങ്ങിന് വേണ്ടി 2,20 ലക്ഷം രൂപ പുതിയ കമ്പനിക്ക് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ പദ്ധതി കൗൺസിൽ വെച്ച് അംഗീകാരം നേടിയെടുക്കാതെ അടിയന്തര പ്രാധാന്യത്തോടെ അംഗീകാരം നൽകിയത് ദുരൂഹമാണ് എന്നതാണ് BJP ആരോപിക്കുന്നത്. കഴിഞ്ഞ പദ്ധതികളെ കുറിച്ച് പുതിയ പദ്ധതിയെ കുറിച്ചൊക്കെ ഇതിൽ പുറകിൽ അഴിമതി ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ വിശദമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം എന്ന ആവശ്യം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ BJP പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഭാഗത്ത് ഈ പ്രവർത്തികൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടവിടെ അത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്രമക്കേട് നഗരസഭ വൈസ് ചെയർമാനും അതുപോലെ തന്നെ നിലവിലുള്ള സെക്രട്ടറി മുൻ HS എന്നിവർക്കൊക്കെ വ്യക്തമായ പങ്കുണ്ട് എന്നുൾപ്പെടെയാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും അവിടുത്തെ BJP പ്രവർത്തകർ പോയി തടയുമ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ മണ്ണിട്ട് മൂടിയിരിക്കുകയായിരുന്നു. ബയോമൈനിങ്ങിന് വേണ്ടി, അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് മറ്റ് ജൈവ മാലിന്യങ്ങളും മറ്റൊക്കെ വേർതിരിക്കുന്ന ആ ബയോമൈനിങ് എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രം 6 കോടിയോളം രൂപ ആദ്യം വകയിരുത്തുന്നു. പിന്നീട് അതിന് കൂടുതലായിട്ട് 2 കോടിയിലേറെ രൂപ നൽകുന്നു. എന്നിട്ടും ഈ മാലിന്യങ്ങൾ ഇവിടെ മണ്ണിട്ട് മൂടിയിരിക്കുന്നു, അതായത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മണ്ണിട്ട് മൂടിയിരിക്കുന്നു എന്നുള്ളതിന്റെ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിടെ നടത്തുന്നിരുന്ന പ്രവൃത്തി ഏറെ ദുരൂഹമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായും അതല്ലാതെയും ഒക്കെ ഉള്ള വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഒറ്റപ്പാലത്തെ BJP. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം കേൾക്കുന്നത് 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആദ്യ ദിവസം ഭൂമിയുടെ ആധാരവും 2-ാം ദിവസം പറവൂർ സബ് കോടതിയിൽ മുനമ്പം ഭൂമിയുടെ പേരിൽ നിലനിന്നിരുന്ന കേസിന്റെ വിശദാംശങ്ങളും ട്രൈബ്യൂണൽ പരിശോധിച്ചു. ഇന്ന് പറവൂർ സബ് കോടതി വിധി ശരിവച്ച ഹൈക്കോടതി വിധി പരിശോധിക്കും. ഗൂഗിൾ K വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ഗൂഗിൾ, മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം കേൾക്കുന്നത് 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും ഇന്ന് എന്തൊക്കെ നടപടികളായിരിക്കും ഉണ്ടാകുക? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാടകീയമായ പല രംഗങ്ങളും ഉണ്ടായിരുന്നല്ലോ. കാരണം വിക്രം സേഠിൻ്റെ കൊച്ചുമക്കൾ ഭൂമിയിന്മേലുള്ള അവകാശമൊക്കെ മാറ്റിപ്പറയുന്ന കാര്യത്തിലേക്ക് അടക്കം വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായല്ലോ. അതുതന്നെയാണ് ഈ ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയിട്ടുള്ള സിദ്ദിഖ് സേഠിന്റെ 3 മക്കളായിരുന്നു ആദ്യം ഈ ഭൂമി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അതിലൊരു മകളുടെ 2 മക്കളാണ് ഇപ്പോൾ ഇത് വഖഫ് ഭൂമിയല്ല എന്ന ഒരു വാദവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ മുനമ്പം നിവാസികൾക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു നിലപാട് മാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 3-ാം ദിവസത്തിലേക്കാണ് വാദം കടന്നിരിക്കുന്നത്. ആദ്യ ദിവസത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമിയുടെ ആധാരത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. അതിൽ ക്രയവിക്രയത്തിനുള്ള അനുമതി ഉള്ളതിനാൽ ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു നിലപാടായിരുന്നു ഈ പറഞ്ഞ പോലെ മുനമ്പം നിവാസികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആധാരത്തിൽ 2 തവണ വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ഇത് ദൈവത്തിനായി സമർപ്പിച്ച ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വഖഫ് ബോർഡ് വാദിച്ചിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറവൂർ സബ് കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കോടതി വിധിയെ കുറിച്ചായിരുന്നു വഖഫ് ട്രൈബ്യൂണൽ പരിശോധിച്ചത്. 1964 ഈ മുനമ്പം ഭൂമി 10ഓളം കുടുംബങ്ങൾ കയ്യേറിയതുമായി ബന്ധപ്പെട്ടിട്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറവൂർ സബ് കോടതിയിൽ ഒരു കേസ് നൽകിയിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട വിധിയൊക്കെ ആയിരുന്നു പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. 1961 കേസ് കൊടുക്കുന്നു. 10 കുടുംബങ്ങൾ ഈ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൊടുക്കുന്നു. പിന്നീട് 71 വരെ ആ കേസിന്റെ വിചാരണ നീണ്ടു. 71 വിധി വരുന്നത്. ആ വിധിക്കെതിരെ ഈ വിധി വന്നത് ഈ 10ഓളം കുടുംബങ്ങൾ ആ ഭൂമി കയ്യേറിയതാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ ഈ 10 കുടുംബങ്ങൾ ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഈ പറവൂർ സബ് കോടതിയുടെ വിധിയെ ശരിവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാര്യങ്ങളായിരിക്കും ഏത് രീതിയിലാണ് ഹൈക്കോടതി ആ വിധിയെ നിരീക്ഷിച്ചത് എന്ന സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും ഇന്ന് ട്രൈബ്യൂണലിൽ നടക്കുക. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പറവൂർ സബ് കോടതിയിൽ നടന്നിട്ടുള്ള കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച സമയത്ത് വഖഫ് ബോർഡിന്റെ വക്കീൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതായത് 1964 10ഓളം കുടുംബങ്ങൾ മുനമ്പത്തെ ഭൂമി കയ്യേറിയ സമയത്ത് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയിരുന്നു എന്നൊരു വാദം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അത് രേഖകളൊന്നും സമർപ്പിക്കാൻ അവർക്ക് തയ്യാറായിട്ടില്ല. ഈ മുനമ്പ നിവാസികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനും പറഞ്ഞത് അതാണ്. അത്തരത്തിലൊരു വിശദാംശം, അതായത് സത്യവാങ്മൂലം നൽകി എന്നൊരു വിശദാംശം ആ കോടതിയുടെ വിധിയിൽ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും എന്തായാലും വഖഫ് ബോർഡിനെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. താനത് കണ്ടിട്ടില്ല എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതെന്തായാലും ഈ കേസിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന ഒരു രേഖയാവാൻ അല്ലെങ്കിൽ ഒരു പരാമർശമാവാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വിധിയിലില്ലെങ്കിൽ അത്തരത്തിലൊരു സത്യവാങ്മൂലം അവർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് രേഖകളൊക്കെ സമർപ്പിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും ചർച്ചയാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കേസിന്റെ വാദം 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 10 കുടുംബങ്ങൾ കയ്യേറിയതുമായി ബന്ധപ്പെട്ട പറവൂർ സബ് കോടതി ശരിവെച്ച വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ആ കുടുംബങ്ങൾ അപ്പീൽ പോയിരുന്നു. അതിന്റെ ആ സബ് കോടതി വിധി ശരിവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് എന്തായാലും വഖഫ് ട്രിബ്യൂണൽ വാദം നടക്കുക. 11 മണിയോടുകൂടി തന്നെ കേസ് എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 11 മണി മുതൽ 1 മണി വരെ 2 മണിക്കൂറോളം 1.5 മണിക്കൂർ 2 മണിക്കൂറോളൊക്കെ വാദം തുടരുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലും കാണാൻ സാധിച്ചത്. പ്രധാനമായിട്ടും ഈ കേസ് വഖഫ് കേസുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി ഗോകുൽ. മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം കേൾക്കുന്നത് 3ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ദുരിതബാധിതരുടെ വായ്പ പുനഃക്രമീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പുനഃക്രമീകരണവും മൊറട്ടോറിയവുമല്ല, വായ്പ എഴുതിത്തള്ളുന്ന കാര്യം പരിഗണിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വിവരങ്ങൾ. രോഹിണി, 2024 ഓഗസ്റ്റ് 19 കൂടിയ സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ വായ്പകൾ പുനഃക്രമീകരിക്കുമെന്ന ഒരു അറിയിപ്പ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരമൊരു അറിയിപ്പ് നൽകിയതിനു ശേഷവും കോടതിയുടെ നിലപാട് ഇത്തരത്തിൽ ഒരു പുനഃക്രമീകരണമോ ഇല്ലെങ്കിൽ മൊറട്ടോറിയോ ഒന്നും തന്നെയല്ല ആവശ്യം. ഈ വായ്പകൾ എഴുതി തള്ളണമെന്ന നിലപാടാണ് കോടതിക്കുള്ളത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ബോധിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ ചേർന്ന ഇത്തരമൊരു യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ പുനഃക്രമീകരിക്കും എന്ന് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അത് അത്തരത്തിൽ ആ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് അടിസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. എന്തുതന്നെയായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം അടക്കം ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ആ പരിഗണിച്ച് കോടതി സ്വമേധയാ എടുത്ത കേസാണ്. ആ കേസിൽ ഡിവിഷൻ ബെഞ്ചാണ്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത്. ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാടിലേക്ക് കോടതി പോകും എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തു തന്നെയായാലും മൊറട്ടോറിയമായാലും ഇല്ലെങ്കിൽ വായ്പ എഴുതിത്തള്ളുന്നതായാലും ഇത്തരം ഒരു കാര്യം വരുമ്പോഴും അത് സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ കൂടി ശുപാർശ അനിവാര്യമാണ്. അത്തരത്തിൽ എന്നാൽ ഇവിടെ കൂടിയ മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ കൂടിയ കമ്മിറ്റി നൽകിയ ശുപാർശ ഇത് പുനഃക്രമീകരണം എന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഹൈക്കോടതി ഒരു നിലപാടെടുക്കും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും ഇന്ന് കോടതി ഈ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.
കോഴിക്കോട് താമരശ്ശേരിയിൽ ലോറി തോട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ലോറി ഡ്രൈവറും കർണാടക സ്വദേശിയുമായ പ്രസന്നനാണ് പരിക്കേറ്റത്. ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി വട്ടക്കുണ്ട് പാലത്തിലാണ് അപകടമുണ്ടായത്. പാലത്തിന്റെ കൈവരി തകർന്ന് ലോറി തോട്ടിൽ പതിക്കുകയായിരുന്നു. മൈസൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പെയിന്റ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. MDMAയും കഞ്ചാവുമായി മൂവാറ്റുപുഴയിൽ 3 യുവാക്കൾ പിടിയിൽ. മൂവാറ്റുപുഴ സ്വദേശികളായ ഷാലിം ഷാജി, ഹരീഷ്, സജിൻ എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. സിനിമാ രംഗത്തുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും നൽകാനാണ് ലഹരി കൊണ്ടുവന്നതെന്ന് എക്സൈസ്. 3250 മില്ലിഗ്രാം MDMA, 5 ഗ്രാം കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത്. പ്രതികൾ സഞ്ചരിച്ച കാറിൽ നിന്ന് തോക്കും പിടിച്ചെടുത്തു. കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ ഫ്രീസർ തകരാറിലായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരമില്ല. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും പുതിയ ഫ്രീസർ വാങ്ങുവാനോ തകരാർ പരിഹരിക്കുവാനോ വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊണ്ടിട്ടില്ല. പുതിയ ഫ്രീസറിന് ലക്ഷങ്ങൾ ആവശ്യമുണ്ടെന്നും അതാണ് കാലതാമസം എടുക്കുന്നതെന്നും അധികൃതർ പറയുന്നു. ജില്ലാ ആശുപത്രിയിലെ വർഷങ്ങൾ പഴക്കമുള്ള ഫ്രീസറാണ് തകരാറിലായി മാസങ്ങൾ പിന്നിട്ടത്. മൃതദേഹവുമായി ജില്ലാ ആശുപത്രിയിലെത്തുന്നവർ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിനെതിരെ യുവമോർച്ച പ്രവർത്തകർ 1.5 മാസം മുമ്പ് ശവമഞ്ചവുമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഭാരതീയ ജനതാ യുവമോർച്ച പ്രതീകാത്മകമായി മൃതശരീരവും ഏന്തിക്കൊണ്ട് മോർച്ചറി സംവിധാനം താറുമാറായ അവസ്ഥ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഒരു സമര പരിപാടി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം യാതൊരു നടപടിയും കൊല്ലം ജില്ലാ ആശുപത്രിയും ജില്ലാ പഞ്ചായത്തും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും ആ ജില്ലാ ആശുപത്രി വരുന്ന മൃതശരീരങ്ങളുമായി വരുന്ന കുടുംബാംഗങ്ങൾ ഏറെ വിഷമത്തോടെയും പ്രയാസത്തോടെയും കൂടിയാണ് അവരുടെ ഉറ്റപ്പെട്ട അല്ലെങ്കിൽ ബന്ധുക്കളെ മോർച്ചറിയിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്. 1800 രൂപയിലധികമാണ് ഒരു തവണ ആംബുലൻസ് പാരിപ്പള്ളിയിലേക്കോ പുനലൂരേക്കോ കൊട്ടാരക്കരയിലേക്കോ കരുനാഗപ്പള്ളിയിലേക്കോ പോകുന്ന സമയത്ത് ഈടാക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പഴയ ഫ്രീസർ വന്നു നോക്കിയ അധികൃതർ അത് ശരിയാക്കാൻ പറ്റില്ലെന്ന് വിലയിരുത്തി. എന്നാൽ പുതിയ ഫ്രീസർ വാങ്ങാൻ ലക്ഷങ്ങളാകുമെന്നും അതുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നതെന്നുമാണ് വിവരം. അതേസമയം OP ടിക്കറ്റിന് 10 രൂപയാക്കി വർദ്ധിപ്പിച്ചതിൽ നിന്ന് വരുമാനത്തിന്റെ ഒരു പങ്ക് മാറ്റിവെച്ചാൽ ഫ്രീസർ വാങ്ങാമായിരുന്നുവെന്ന് യുവമോർച്ച ആരോപിക്കുന്നു. ആ സമയത്ത് ജില്ലാ പഞ്ചായത്തിന്റെ അധികൃതർ പറഞ്ഞത് ജില്ലാ ആശുപത്രിയുടെ സേവനം മികച്ചതാക്കുവാനും അവിടെ വരുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 5 എന്നുള്ള 10 രൂപയാക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. 4000 × 5 പ്രകാരം 20,000 രൂപയാണ് ഒരു ദിവസം തന്നെ ഇത്തരത്തിൽ വിലവർധനയിലൂടെ തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രതിമാസം ഏകദേശം 5 ലക്ഷത്തിലധികം രൂപയുടെ വരുമാനം കൊല്ലം ജില്ലാ ആശുപത്രിക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഏറെ ആവശ്യത്തോടെയും ഏറെ പ്രധാനപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന മോർച്ചറി സംവിധാനം പുതുക്കി പണിയാത്തത്, അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനരഹിതമാക്കി വെച്ചിരിക്കുന്ന സാഹചര്യം, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യുവമോർച്ച ഇത്തരത്തിൽ മറ്റൊരു പ്രതിഷേധ സമരത്തിലേക്ക് കടക്കുന്നത്. നിലവിൽ വൈകിട്ട് 4 മണിക്ക് ശേഷം ജില്ലാ ആശുപത്രിയിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ ഫ്രീസറിൽ വെക്കാനായി മറ്റേതെങ്കിലും താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇതിനായി ആംബുലൻസിന് തന്നെ വലിയൊരു തുക കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് സാധാരണക്കാർക്കുള്ളത്. ഇതുമാത്രമല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് ഇവിടെ എത്തുന്നവർ. ജനം, കൊല്ലം. കോടതി ഉത്തരവ് ലംഘിച്ച് പാളയം മാർക്കറ്റ് പൊളിക്കാനുള്ള നഗരസഭാ നീക്കത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വ്യാപാരികൾ. നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മത്സ്യവിപണന ഷെഡ് പൊളിക്കാൻ ശ്രമം നടന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്ന് വ്യാപാരികൾ ആരോപിച്ചു. നഗരസഭാ അധികൃതർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികൾ സംസ്ഥാന പോലീസ് മേധാവി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3 ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇനി അനുബന്ധ കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട അവസ്ഥയാണുള്ളത്. മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ സൗകര്യാർത്ഥമാണ് തൃശൂർ പൂങ്കുന്നത്ത് 2 നിലകളിലായി ഓഫീസ് നിർമ്മിച്ചത്. ഈ ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതോടുകൂടി വിവിധ പെൻഷനുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങി വിവിധ സേവനങ്ങൾക്കുമായി തിരുവനന്തപുരവുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയാണ് തൊഴിലാളികൾക്കുള്ളത്.
3 ലക്ഷത്തോളം വരുന്ന രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്കും 1 ലക്ഷത്തോളം വരുന്ന അനുബന്ധ തൊഴിലാളികളെയും ഇത് കാര്യമായി ബാധിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിക്കുന്നതിനും അത് മുന്നോട്ട് പോകുന്നതിനും വേണ്ടി കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അത് വളരെ പ്രതിഷേധാർഹമാണ്. സാധാരണപ്പെട്ട തൊഴിലാളികൾക്ക് കാസർഗോഡുള്ളൊരു തൊഴിലാളിക്ക്, മഞ്ചേശ്വരത്തുള്ളൊരു തൊഴിലാളിക്ക് തിരുവനന്തപുരത്ത് പോയി കാര്യം സാധിക്കുന്നതിനാവശ്യമായ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. അല്ലെങ്കിൽ രണ്ടിൻ്റെയും സെൻട്രലായ ഈ ഓഫീസ് മാറ്റാൻ പാടില്ല എന്നാണ് BMSൻ്റെ അഭിപ്രായം. 2023 ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ പിന്മാറുകയായിരുന്നു. ജനം, തൃശൂർ. അമ്പലപ്പുഴയിൽ വീടിന് സമീപത്തെ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് വിമുക്ത ഭടനും സഹോദരനും ക്രൂരമർദ്ദനം. തകഴി സ്വദേശി ഹരികുമാറിനും സഹോദരൻ ഗണേഷ് കുമാറിനുമാണ് മർദ്ദനമേറ്റത്. ഇരുവരെയും മർദ്ദിച്ച ശേഷം സ്വർണ്ണമാലയും മൊബൈൽ ഫോണും അക്രമി സംഘം അപഹരിച്ചു. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ തകഴി പടഹാരം ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. വിമുക്ത ഭടനായ ഹരികുമാറും സഹോദരനും BJP മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗണേഷ് കുമാറും കുടുംബസമേതം കാറിൽ ആലപ്പുഴയിൽ പോയി സിനിമ കണ്ട് മടങ്ങി വരുമ്പോൾ തങ്ങളുടെ വീടിന് സമീപം പെൺകുട്ടിയടക്കം 4 പേർ റോഡിലിരുന്ന് പരസ്യമായി മദ്യപിക്കുന്നത് കണ്ടു. തുടർന്ന് കാർ വീട്ടിലിട്ട ശേഷം തിരികെ വന്ന് റോഡിലിരുന്നുള്ള മദ്യപാനം ചോദ്യം ചെയ്തു. ഇതോടെ മദ്യപ സംഘം ഇവരെ മർദ്ദിക്കുകയായിരുന്നു. കരിങ്കൽ ഉപയോഗിച്ച് ഇരുവരുടെയും തലയ്ക്കും മുഖത്തും ഇടിക്കുകയും ചെയ്തു. നിലത്ത് വീണ ഗണേഷിന്റെ മാലയും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും അക്രമി സംഘം തട്ടിയെടുത്തു. പഞ്ചായത്തിൽ ലഹരിയുടെ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഇങ്ങനെ ഒരു ആക്രമണത്തിന് വിധേയമായത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സിനിമ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു. ഞാനും എൻ്റെ ചേട്ടനും ഫാമിലിയും ഉണ്ടായിരുന്നു. വഴിമധ്യേ വെച്ച് റോഡിൻ്റെ നടുക്കിരുന്ന് മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തവരോട് സൈഡ് ചോദിച്ചതിൻ്റെ പേരിലാണ് അവർ ഞങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു. എൻ്റെ കണ്ണിനും എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ കണ്ണിനും എൻ്റെ മൂക്കിനും എല്ലാം സാരമായ പരിക്കുകൾ സംഭവിച്ചു. ഈ ലഹരി മാഫിയക്കെതിരെ ഇന്ന് നമ്മുടെ നിയമപാലകർ നോക്കുകുത്തിയാവുകയാണ്. പരിക്കേറ്റ സഹോദരന്മാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ട്രോമ കെയറിൽ ചികിത്സയിലാണ്. അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനം, ആലപ്പുഴ. ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾക്ക് നൽകിയിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഭാരതം റദ്ദാക്കിയ നടപടിയെ സ്വാഗതം ചെയ്ത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വടക്ക് കിഴക്കൻ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായുള്ള മോദി സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് പ്രകടമാകുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര സാമ്പത്തിക മുൻഗണനകൾ സംരക്ഷിക്കുന്നതിനായുള്ള നിലപാടാണ് നടപടി പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. യൂനസിന്റെ വിവാദ നോർത്ത് ഈസ്റ്റ് പരാമർശത്തിന് പിന്നാലെയാണ് ഭാരതം തിരിച്ചടി നൽകിയത്. ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ രാജ്യങ്ങളിലേക്കുള്ള ധാക്കയുടെ വ്യാപാരം തടസ്സപ്പെടാൻ ഇത് കാരണമാകും. സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസ പരിശീലന ക്ലാസ് നൽകാനൊരുങ്ങി സർക്കാർ. പ്രോജക്റ്റ് എക്സ് എന്ന പേരിൽ തിരുവനന്തപുരത്തെ 500 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കാണ് പദ്ധതി തയ്യാറാക്കുന്നത്. സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത്. ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസ പരിശീലന ക്ലാസ് നൽകാനൊരുങ്ങുകയാണ് സർക്കാർ. ഏതൊക്കെ രീതിയിലുള്ള പരിശീലനമാകും? അതുവഴി കുട്ടികളെ ബോധവൽക്കരിക്കുകയാണോ ഉദ്ദേശം? തീർച്ചയായിട്ടും രോഹിണി, സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വൻ വർധനവാണ് ഈ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലുമായി ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ അധ്യാപകർക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസ പരിശീലനത്തെ അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്താണെന്നുള്ള ഒരു അറിവ് അവർക്ക് കുറവാണ് എന്ന് കഴിഞ്ഞ തവണ ഒരു സർവേയിൽ, ഒരു NGO നടത്തിയ സർവേയിൽ അത് വ്യക്തമായിരുന്നു. ഈ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രാഥമികമായി അധ്യാപകരിലേക്ക് ലൈംഗിക പരിശീലനം നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇത് അപ്പർ പ്രൈമറി സ്കൂളിലുള്ള അധ്യാപകർക്കാണ് ഇങ്ങനെ ഒരു പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതും എയ്ഡഡ് സർക്കാർ സ്കൂളുകൾ, 2 സ്കൂളുകളിലും 500 അധ്യാപകർക്കാണ് ഇപ്പോൾ ഈ ഒരു എക്സ് എന്ന പേരിൽ ഒരു പരിശീലനം അധ്യാപകർക്ക് നൽകാനായി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു 11 വയസ്സുകാരിക്ക് നേരിടേണ്ടി വന്ന ഒരു പീഡനത്തെ കുറിച്ചിട്ട്. അപ്പോ പോക്സോ കേസുകൾ ദിനംതോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രാഥമികമായി ഒരു 500 അധ്യാപകർക്കായിരിക്കാം
അധ്യാപകർക്കാണ് ഈ ഒരു ക്ലാസ് നൽകാനായി ഉദ്ദേശിക്കുന്നത്. പ്രൊജക്ട് എക്സ് എന്ന പേരിലാണ് ഈ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടം തിരുവനന്തപുരത്താണ് ആരംഭിക്കാൻ പോകുന്നത്. അതും 500 അധ്യാപകരിലാണ്. ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇതൊരു വൻ വിജയമായി തീരുമെന്നാണ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പ്രതിവർഷം ഇവിടെ പോക്സോ കേസുകളുടെ എണ്ണം 4500-ലധികം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതെങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഒരു അറുതി വരുത്താം എന്നൊരു രീതിയിൽ ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നത് പോലും. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം പോക്സോ കേസിലെ വിദ്യാർത്ഥി പോലും ആ കുട്ടിക്ക് കോടതിയിൽ വീട്ടുകാർക്ക് ഒരു അവർ വിവാഹമോചനത്തിന് വേണ്ടി കൗൺസിലിംഗ് നടത്തുന്ന ഒരു സമയത്താണ് കുട്ടി ആ പീഡന വിവരം പുറത്തു പറയുന്നത്. അപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കൗൺസിലിംഗും അതുപോലെ തന്നെ അധ്യാപകരോട് കുട്ടികൾക്കെല്ലാം തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അധ്യാപകർ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും എന്നൊരു പരിശീലനമാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം അധ്യാപകർക്ക് കുട്ടികളുടെ മനോവിഷമം മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ആ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കൈത്താങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. രോഹിണി. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ അറസ്റ്റിലായ സുൽത്താൻ അക്ബർ അലിയെ ഇന്ന് ആലപ്പുഴയിലെത്തിക്കും. നേരത്തെ കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവാണ് സുൽത്താൻ അക്ബർ അലി. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ഇയാളാണെന്ന് എക്സൈസ് കണ്ടെത്തി. ലഹരിക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലിയെ എക്സൈസ് പിടികൂടിയത്. മൊബൈൽ കടകൾക്ക് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളും ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന ജോലിയായിരുന്നു ഇയാളുടേത്. ഇത് വാങ്ങുന്നതിനായി സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഇയാൾ പോകാറുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിന്റെ മറവിലാണ് സുൽത്താൻ അക്ബർ അലി ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. തായ്ലൻഡിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെ തമിഴ്നാട്ടിലെ എണ്ണൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ പാസ്പോർട്ടും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സുൽത്താൻ അക്ബർ അലി നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. 3 ദിവസമായി എക്സൈസ് സംഘം ചെന്നൈയിൽ തങ്ങി അന്വേഷണം നടത്തിവരികയായിരുന്നു. സുൽത്താൻ അക്ബർ അലിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോട്ടോ അയച്ചു നൽകിയത് അന്വേഷണ സംഘം കണ്ടെത്തി. ഇയാൾ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യകണ്ണിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നേരത്തെ പിടിയിലായ തസ്ലിമയും സഹായ് ഫിറോസും റിമാൻഡിലാണ്. വൈകാതെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഇവരുടെ സിനിമാ ബന്ധം വ്യക്തമായതോടെയാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ശ്രദ്ധയാകർഷിച്ചത്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് വാസി എന്നിവർക്ക് കഞ്ചാവ് നൽകിയതായി തസ്ലീമ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് ഇവർക്ക് നോട്ടീസ് അയക്കുന്നതിൽ വൈകാതെ തീരുമാനമുണ്ടാകും. ജനം, ആലപ്പുഴ. കോഴിക്കോട് ചക്കിട്ടപ്പാറ പൂഴിത്തോട്ടിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. പുലിയെ പിടിക്കാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പൂഴിത്തോട് മാവട്ടത്ത് കഴിഞ്ഞ ദിവസം പുലി ആടിനെ പിടികൂടി ഭക്ഷിച്ചിരുന്നു. ഗോകുൽ ചേരുന്നു. ഗോകുൽ, കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ പൂഴിത്തോട് മാവട്ടത്തെ പൊറ്റക്കാട് ഭാരതിയുടെ വീട്ടിന് സമീപത്ത് കെട്ടിയിരുന്ന ആടിനെ പുലി പിടിച്ചത്. ആടിന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് കടിച്ച നിലയിലായിരുന്നു. ആ പ്രദേശത്ത് നിന്ന് ഈ പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു. പെരുവണ്ണാമണി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലൊക്കെ അവിടെ പരിശോധന നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. നിരവധി നാളുകളായിട്ട് ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട്. വളർത്തു നായ്ക്കളെയും ആടുകളെയും ഒക്കെ പിടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് ഏറ്റവും ഒടുവിലായിട്ട് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അത് വളർത്തുനായ്കളെ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്ന് CCTVകളും മറ്റു കൂടുകളും ഒക്കെ സ്ഥാപിച്ചിരുന്നെങ്കിലും ഈ പുലിയെ പിടികൂടാൻ സാധിച്ചില്ല. പിന്നീട് 1-2 മാസത്തേക്ക് പുലിയുടെ ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം വരികയാണ്. അതെന്തായാലും പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കൂടുകൾ സ്ഥാപിച്ചിട്ടും CCTV സ്ഥാപിച്ചിട്ടൊന്നും ഈ പുലിയെ പിടികൂടാൻ സാധിക്കാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ്, ആശങ്കയിലാണ് ജനങ്ങൾ. വനംവകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം അവിടെ പരിശോധന നടത്തിയപ്പോൾ തങ്ങളുടെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വർദ്ധമാന മഹാവീര ജയന്തി. ജൈനമതത്തിലെ 24ാമത്തെയും അവസാനത്തേതുമായ
തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഭാരതത്തിലും ലോകമെങ്ങുമുള്ള ജൈനമത വിശ്വാസികൾ ഭക്തിനിർഭരമായി ആഘോഷിക്കുന്നു. ഇന്ന് മഹാവീര ജയന്തി. ജൈനമതത്തിലെ 24ാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായ ഭഗവാൻ മഹാവീരന്റെ ജയന്തിയാണിന്ന്. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ജൈന സമൂഹം ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ഇത്. BC 599 ചൈത്രമാസത്തിലെ 13ാം ചന്ദ്രദിനത്തിലായിരുന്നു മഹാവീരന്റെ ജനനം. ബീഹാറിലെ വൈശാലിയിൽ കുന്ദഗ്രാമത്തിലെ രാജാവായിരുന്ന സിദ്ധാർത്ഥന്റെയും ത്രിശാല രാജ്ഞിയുടെ മകനായി ഇക്ഷ്വാകു വംശത്തിലെ ജ്ഞാത്ര വംശത്തിലാണ് മഹാവീരൻ ജനിച്ചത്. അതിനാൽ മഹാവീരനെ വർദ്ധമാനൻ എന്ന പേരും നൽകി. 30ാമത്തെ വയസ്സിൽ കുടുംബം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസ ജീവിതം സ്വീകരിച്ചു. 24 തീർത്ഥങ്കരന്മാരിലൂടെയാണ് ജൈന തത്വസംഹിത വളർന്നത്. എങ്കിലും അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെ കാലത്താണ് ഇതൊരു മതം എന്ന നിലയ്ക്ക് വളർന്നത്. തന്റെ മുൻഗാമികളുടെ മാർഗനിർദ്ദേശം ഉൾക്കൊണ്ട് ആ വിശ്വാസങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു മഹാവീരൻ. പാർശ്വനാഥ തീർത്ഥങ്കരന്റെ തത്വങ്ങളെയും വചനങ്ങളെയുമാണ് അദ്ദേഹം പ്രധാനമായും പിന്തുടർന്നത്. സന്യാസികളും സാധാരണക്കാരുമായി അദ്ദേഹത്തിന് 4 ലക്ഷത്തോളം അനുയായികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും ദൈവത്തെ ആരാധിക്കുന്നത് അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. ആത്മാവിന്റെ ആന്തരിക സൗന്ദര്യത്തിനും അർത്ഥത്തിനുമായിരുന്നു മഹാവീരൻ പ്രാധാന്യം നൽകിയിരുന്നത്. വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സകല ലൗകിക വസ്തുക്കളും ത്യജിച്ചുകൊണ്ടാണ് മഹാവീരൻ സന്യാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞത്. ഗൗതമ സിദ്ധാർത്ഥന്റെ സമകാലികനായിരുന്നു മഹാവീരൻ. ഹിന്ദുത്വം ഏറ്റവും മികച്ചതിനെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യമാണെന്നും സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്ന് പറയുന്നവർ കേരളത്തിലുണ്ടെന്നും സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും കാലത്തിനിടയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഈ ധർമ്മത്തിനൊക്കെ എതിരായി നിൽക്കുന്ന ഒരു നേതാവ് അവരുടേതായ ഒരു കൂട്ടായ്മയിൽ പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് കാണുന്ന പല അക്രമ കേസുകളിലും മറ്റ് അസാൻമാർഗികമായിട്ടുള്ള ഇതിലുമൊക്കെ കൃത്യമായി മതപാഠശാലകളിൽ പോകുന്ന നമ്മുടെ കുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. ഈ മതപാഠശാലകളൊന്നുമില്ലാത്ത സമൂഹത്തിൽ നിന്നുള്ള കുട്ടികളെ ഒന്നും അത്രത്തോളം കാണുന്നില്ല. മദ്രസയിൽ പോയി മതം പഠിച്ചവരാണ് ഏറ്റവും അധികം ലഹരി അടക്കമുള്ള കേസുകളിൽ ഉൾപ്പെടുന്നതെന്ന MLA KT ജലീലിന്റെ പരാമർശമാണ് സ്വാമിജി ഇവിടെ എടുത്തു പറഞ്ഞത്. ഇവിടെയാണ് ഹൈന്ദവ സമൂഹത്തിന്റെ മഹത്വം സ്വാമിജി ചൂണ്ടിക്കാട്ടിയത്. നാമം മാത്രം ജപിക്കുന്ന വലിയൊരു ഹൈന്ദവ സമൂഹം ഭാരതത്തിലുണ്ടെന്നും അതിൽ നിന്ന് തന്നെ നാമജപത്തിന്റെ ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും സ്വാമിജി പറഞ്ഞു. പ്രാഥമികമായി നമ്മുടെ ഏറ്റവും സാധാരണയായി ഗൃഹങ്ങളിൽ അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠാനം നാമജപം, അതൊരു തൊട്ട് മുമ്പത്തെ തലമുറ വരെയെങ്കിലും സ്ഥിരമായി ഉണ്ടായിരുന്നതാണ്. അത്രയും ശക്തമായ, അതായത് ആ ഒരു നാമജപം എന്ന് പറയുന്ന ആ ഒരു അനുഷ്ഠാനം മാത്രമുള്ള നിത്യവും നാമം ജപിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ചെറിയൊരു അനുഷ്ഠാനത്തിന് ഇത്രമാത്രം കരുത്തുണ്ടെങ്കിൽ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതചര്യയ്ക്ക്, ആ ധാർമ്മികമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് എത്രമാത്രം ശക്തി ഉണ്ടാവും? നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സ്വാമിജി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുതന്നിരിക്കുന്നത്. ആഴത്തിലുള്ള മതപഠനം നടത്താത്ത, കേവലം നാമം ജപിക്കുക മാത്രം ചെയ്യുന്ന ഒരു വലിയ സമൂഹം തെറ്റിലേക്ക് പോകുന്നില്ലെങ്കിൽ അവർ ജപിക്കുന്ന നാമജപത്തിന്റെ ശക്തി, കരുത്ത്, അതിനെക്കുറിച്ചാണ് സമൂഹം ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ കേരളത്തിലെ സാഹചര്യത്തിൽ പലപ്പോഴും ഹൈന്ദവ സംസ്കാരവും വിശ്വാസവും അവഹേളിക്കപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഹൈന്ദവ സമൂഹം തന്നെ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെയാണ് എത്രയൊക്കെ ഇകഴ്ത്തിക്കെട്ടിയാലും ഹൈന്ദവ സമൂഹത്തിന്റെ മഹത്വം സമൂഹത്തോട് വിളിച്ചു പറയാൻ സന്യാസിവര്യന്മാരുണ്ടെന്ന ആത്മവിശ്വാസമാണ് സനാതനധർമ്മ വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. ജനം, കോഴിക്കോട്. ആശാവർക്കർമാരുടെ സമരം 60ാം ദിവസത്തിൽ സമരക്കാരെ കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മറ്റന്നാൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസംഗമം നടക്കും. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, പറയൂ.
രോഹിണി, ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലാണ് നിൽക്കുന്നത്. ആശമാർ സമരം തുടങ്ങിയിട്ട് ഇന്ന് 60-ാം ദിവസമാണ്. 2 മാസം പിന്നിടുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നിരാഹാര സമരം 20-ാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ്. ഇതുവരെ 4 തവണ സർക്കാർ ആശാവർക്കർമാരുമായി ചർച്ച നടത്തിയെങ്കിലും ചർച്ചകളിലൊന്നും യാതൊരുവിധ പരിഹാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ആശാവർക്കർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സമയമുണ്ടായി. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നാണ് ആശാവർക്കർമാർ നമ്മളോട് മുന്നേ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ ഈ സമരവേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 3 പേരാണ് ഇപ്പോൾ ഇവിടെ സമരം അല്ലെങ്കിൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ സമരക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ചർച്ചയിലൂടെയും അല്ലാതെയും സർക്കാർ ഇതുവരെ നടത്തിയ ഇടപെടലുകളുടെ വെളിച്ചത്തിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് പോവുകയാണ്. ഇനിയുള്ള വഴി അവർക്ക് ഇനി ഒരു വഴിയുമില്ല, അവർ സമരം അവസാനിപ്പിച്ച് തന്നെ ഇനി പോകണം എന്നൊരു കാര്യമാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് സമരക്കാരെടുത്തിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത്രയും അവർ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നിങ്ങൾ അതിനൊന്നും തയ്യാറാവുന്നില്ല, ഇനി നിങ്ങൾ സമരം ഉപേക്ഷിച്ച് പോകണം എന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞപ്പോൾ എന്താണ് ഇതിനോട് പറയാനുള്ളത്? ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറായിട്ടല്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കുറേ പ്രാവശ്യമായി പറയണു. ചർച്ചകൾ പരാജയപ്പെടുകയാണ്. 7000 രൂപ തരണമെന്നുള്ളത് വലിയ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഞങ്ങൾക്ക് 1000 രൂപ ഉണ്ടായിരുന്ന സമയത്തുള്ള വർക്കുകളല്ല ഈ 7000 രൂപ തന്നേക്കുമ്പോൾ. അന്ന് ഞങ്ങൾക്ക് കുറച്ച് ഒരു ആഴ്ചയിൽ 3 ദിവസം 4 മണിക്കൂർ വീതം മാത്രം ജോലി ചെയ്താൽ മതിയായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വർക്ക് ലോഡ് ഒരുപാടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17-18 മണിക്കൂർ വരെ ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. രാവിലെ മൊത്തം നമ്മൾ ഫീൽഡിൽ പോയി വൈകുന്നേരം അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയും ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കലും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത്രയും വർക്ക് ലോഡാണ്. മുഖ്യമന്ത്രി ഞങ്ങളെ അത്രയും പരിഗണിച്ച് കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം തന്നെങ്കിലും ഞങ്ങൾക്ക് എത്രയും കൂട്ടിത്തരാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത്രയും ഈ സമരം പിരിച്ചുവിടുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈസ കൂട്ടിത്തരികയാണ് വേണ്ടത്. ഈ 7000 രൂപ ആക്കിയേക്കണത് തന്നെ സമരത്തിലൂടെ തന്നെയാണ് 7000 രൂപ ആക്കിയേക്കണത്. അല്ലാതെ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഞങ്ങളുടെ വർക്ക് കണ്ടിട്ട് അങ്ങനെ പടിപടിയായിട്ട് ഉയർത്തി കൊണ്ടുപോകുന്നതൊന്നുമല്ല. നമ്മൾ സമരം ചെയ്തിട്ട് തന്നെയാണ് ഈ 7000 ആക്കിയേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾക്ക് ഈ പൈസ തരണം എന്ന് തന്നെയാണ്, കൂട്ടിത്തരണം. ഈ മിനിമം 700 രൂപ എന്നുള്ളത് ഇന്നത്തെ ഒരു അടിസ്ഥാന കൂലി തന്നെയാണ്. അപ്പോൾ അത് തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എത്ര തരാമെന്ന് ഞങ്ങളുടെ റോസമ്മ ചേച്ചി ചോദിച്ചു. അത്രയും പോലും പരിഗണന ഞങ്ങളോട് കാണിക്കുന്നില്ല. എത്ര തരാമെന്നും കൂടി ഒരു 10 പൈസ പോലും തരാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ അവരെടുക്കുന്നത്. കാരണം അത്രയ്ക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആരോഗ്യ മേഖലയിലാണ്, വേറെ ഏത് മേഖലയിലാണെന്നുമല്ല, എല്ലാവരുടെ ആരോഗ്യം കാത്തുരക്ഷിക്കാൻ ഓടി നടക്കണ ഞങ്ങളെയാണ് ഇപ്പോൾ ഇതേപോലെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ സ്ത്രീകളാണ്. ഞങ്ങളുടെ വീടിനും നാടിനും ആവശ്യമുള്ള സമയമാണ് ഇപ്പോൾ. കൂടുതൽ സമയം ഈ സമയത്താണ്. ഞങ്ങൾക്കിപ്പോൾ ഈ മഴ വരുന്നു, നാടിനായാലും അസുഖങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സമയം. അപ്പോൾ നമ്മൾ ശരിക്കും വേണ്ടത് ഈ സമയത്താണ് ഞങ്ങൾ ശരിക്കും വേണ്ടത്. അപ്പോഴാണ് ഞങ്ങളിവിടെ കൊണ്ടിരുത്തിയേക്കണത്. അപ്പോൾ ഈ സമരം തീർക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഞങ്ങൾക്ക് ഇത്രയും കൂലിയിൽ എന്തായാലും ജീവിക്കാൻ പറ്റില്ല. ഒരു പൗരസംഗമം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നാണ് നടത്തുന്നത്? എന്താണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ? ഇതുവരെ നിങ്ങൾ ചെയ്ത സമരമുറയിൽ നിന്ന് എന്താണ് ആ ഒരു ഇതിന് വ്യത്യസ്തമായിട്ടുള്ളത്? ഈ ശനിയാഴ്ചയാണ് നടത്തുമെന്ന് പറഞ്ഞേക്കണത്. നമ്മൾ എല്ലാവരും നമ്മളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഇത് നടത്തണമെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനത മൊത്തം നമ്മളുടെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് വരുമ്പോൾ ഇവർ മാത്രമാണ് പിന്തിരിഞ്ഞ് നിൽക്കണ ഒരു ഇത് കാണിക്കുന്നത്. ആ നിലപാടിൽ ഇത് കണ്ടിട്ട് തന്നെയെങ്കിൽ ആ നിലപാടൊന്ന് മാറ്റാൻ കഴിയണം. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ വിവിധ കലാ സാംസ്കാരിക മേഖലയിലുള്ളവരും എല്ലാവരും നമ്മളുടെ ഒപ്പം നിൽക്കുമ്പോൾ ഇവർക്ക് എന്താ ഇതിനൊരു തടസ്സം എന്നുള്ളത് ഒരു പ്രസ്ഥാനം ഇപ്പം അവർക്ക് മാത്രമാണോ സമരം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതി മാറ്റണം. കാരണം ന്യായമായ അവകാശങ്ങൾ ആര് സമരം ചെയ്താലും അംഗീകരിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ
അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളെ പരിഗണിക്കണം. എന്തായാലും ഈ പ്രശ്നങ്ങൾ ശരിക്കും പഠിച്ചിട്ട് വേണം. കാരണം അവർ പറയുന്നത് ശരിക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തോന്നൽ മുഖ്യമന്ത്രി പറയുന്നത് അല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ നേരായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുന്നില്ലേന്ന് ഞങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്. ഈ ചർച്ചകളിലായാലും ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ശരിക്കും ഒരു 3000 രൂപ ഇപ്പം തരാൻ പറഞ്ഞത് നമ്മൾക്കത് മതിയെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. ഈ അന്വേഷണ കമ്മീഷനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ അന്വേഷിക്കുമ്പോൾ എന്തായാലും അവർക്കും മനസ്സിലാവും. അപ്പോൾ അത്രയും ഘട്ടഘട്ടമായിട്ട് ഉയർത്തിയാൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ സമരം പിരിച്ചുവിടാൻ തന്നെയെങ്കിലും നമുക്ക് ആ ഒരു 3000 7000 എന്നുള്ളത് ഒരു 3000 രൂപയും കൂടി കൂട്ടി 10000 രൂപയാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്നല്ല പറയണത്, ഒരു അപേക്ഷ. തീർച്ചയായിട്ടും അവരുടെ അപേക്ഷ എന്ന് പറയുന്നത് ഈ ഒരു സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ചേച്ചി, ഇപ്പോൾ നമ്മൾ മറ്റന്നാൾ ശനിയാഴ്ച ഒരു പൗരസംഗമമൊക്കെ വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ടായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ. ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇതെല്ലാം നിങ്ങളുടെ വീര്യത്തെ കുറയ്ക്കുന്നു എന്നൊരു ഇത് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇത് മത്സരമൊന്നുമല്ലല്ലോ. നമ്മളൊരു ആവശ്യമായിട്ട് ഇറങ്ങി അത് നേടിയെടുക്കുന്നത് വരെ ഇവിടെ ഉണ്ടാവും. മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അദ്ദേഹം അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പരിഗണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ മറ്റന്നാൾ നടക്കുന്ന പൗരസാഗരം അത് വളരെ വലിയൊരു പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന പരിപാടിയാണ്. കേരളത്തിലെ പൗരസമൂഹം ഒന്നടങ്കം തിരുവനന്തപുരത്തോട്ട് വരികയാണ് നമ്മുടെ ഈ ഐക്യദാർഢ്യവുമായി. അത് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നടന്ന വിവിധ സമരങ്ങളുടെ ആളുകൾ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുൾപ്പെടെ കലാകാരികളും കലാകാരന്മാരും ഉൾപ്പെടെ എല്ലാവരും വരികയാണ്. അതോടൊപ്പം കേരളത്തിലെ ആശാവർക്കർമാർ ആയിരങ്ങളായി ഇവിടെ അണിനിരക്ക അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം വളരെ വലിയൊരു പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന വളരെ വലിയൊരു പരിപാടിയാണ്. അതിൻ്റെ വിപുലമായ തയ്യാറെടുപ്പുകൾ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവനയെല്ലാം തങ്ങളൊരു പോസിറ്റീവ് മൈൻഡിലാണ് എടുക്കുന്നത് എന്ന് കരുതിയ തങ്ങളുടെ ഒരു സമരവീര്യം അല്ലെങ്കിൽ സമരത്തിന് യാതൊരുവിധ കോട്ടവും തട്ടുകയില്ല എന്നാണ് ഇപ്പോൾ നമ്മളോട് സമരസമിതി നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ സമരം ഇന്നിപ്പോൾ 60ാം ദിവസത്തിലേക്ക് കടന്നു. 2 മാസം പിന്നിട്ട ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു സമരമാണ്. ഇതുവരെ നമ്മൾ കണ്ടില്ലാത്ത ഒരു സമരമുറകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 20ാം ദിവസമാണ് ഇവരുടെ നിരാഹാര സമരം എന്ന് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച ഇവർ ഒരു പൗരസാഗരം തന്നെയായിരിക്കും എന്നതിൽ യാതൊരുവിധ നമുക്ക് അതിനെ ഒരു എന്താണ് അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതൊരു തീർച്ചയായിട്ടും ഒരു വിജയമായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ പറയുന്നത്. ആ പൗരസാഗരം ശനിയാഴ്ച നടക്കുകയാണ്. അതിൽ നിരവധി പേർ പങ്കെടുക്കും എന്നാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ആ ഒരു പൗരസാഗരത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മളോട് ആശാ വർക്കർ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു വീര്യം ചോരാതെ ഇനിയുള്ള നാളുകൾ ഉടനെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കാണണം എന്ന് മാത്രമാണ് അവർ സർക്കാരിനോട് വീണ്ടും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. രോഹിണി. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. UAE-യിൽ കഴിഞ്ഞ വർഷം വേഗപരിധി പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 1 കോടിയിലേറെ നിയമലംഘനങ്ങൾ. അബുദാബിയിൽ മാത്രമായി 50 ലക്ഷത്തിലേറെ നിയമലംഘനങ്ങളാണ് പിടികൂടിയത്. UAE ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 7 എമിറേറ്റുകളിലായി 2024 വേഗപരിധി പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 1 കോടിയിലേറെ നിയമലംഘനങ്ങൾ. അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ ഉണ്ടായത്, 50 ലക്ഷത്തിലേറെ. ദുബായിൽ 20 ലക്ഷത്തിലേറെയും ഷാർജയിൽ 10 ലക്ഷത്തിലേറെയും നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിശ്ചിത വേഗപരിധി ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് 3000 ദിർഹം വരെ പിഴയും ഡ്രൈവർക്ക് 23 ബ്ലാക്ക് പോയിന്റുകൾ വരെയുമാണ് ശിക്ഷ. കൂടാതെ നിയമലംഘകരുടെ വാഹനങ്ങൾ 15 മുതൽ 60 ദിവസത്തേക്ക് വരെ കണ്ടുകെട്ടും. അമിത വേഗത ഒട്ടേറെ അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി. റോഡിന്റെ ബാരിക്കേഡുകളിലും സൈൻ ബോർഡുകളിലും മൃഗങ്ങളിലും ഇടിക്കുക, വാഹനം കീഴ്മേൽ മറിയുക തുടങ്ങിയ ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് അമിത വേഗത കാരണമാകുന്നുവെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജനം, ദുബായ്. ഭാരതവും UAE-യും തമ്മിലുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ഭാരതത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡും ദുബായിൽ ക്യാമ്പസ് തുറക്കുന്നു. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനും ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് പിന്നാലെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡും UAE എത്തുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഡൽഹി IIT അബുദാബിയിൽ പ്രവർത്തനം തുടങ്ങിയത്. IIM അഹമ്മദാബാദാണ് ദുബായിൽ രാജ്യാന്തര ക്യാമ്പസ് ആരംഭിക്കുന്നത്. ഇതോടൊപ്പം IIFTയും വിദേശത്തെ ആദ്യ ക്യാമ്പസ് ദുബായിൽ സ്ഥാപിക്കും. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഭാരത സന്ദർശനത്തിനിടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയിലെത്തിയത്. അഹമ്മദാബാദ് IIM ഡയറക്ടർ പ്രൊഫസർ ഭാരത് ഭാസ്കർ, ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമി ആൻഡ് ടൂറിസം ഡയറക്ടർ ജനറൽ ഹെലാൽ സയ്യിദ് അൽമറി എന്നിവരാണ് IIMുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ദുബായിലെ IIMൽ ഒരു വർഷത്തെ മുഴുവൻ MBA പ്രോഗ്രാം നൽകും. 5 ടേമുകളാണ് കോഴ്സിന്റെ ദൈർഘ്യം. 2025 സെപ്റ്റംബറിൽ ആദ്യ ബാച്ച് ആരംഭിക്കും. IIMും IIFTയും ദുബായിൽ ക്യാമ്പസ് തുറക്കുന്നതോടെ UAEയിലെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ വഴി തുറക്കും. ജനം, ദുബായ്. കുവൈറ്റിൽ ട്രാഫിക് നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ ഗൾഫ് ട്രാഫിക് വീക്ക് സംഘടിപ്പിക്കാനൊരുങ്ങി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. വിവിധ സ്ഥലങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ട്രാഫിക് അവബോധന ക്ലാസുകളും നടക്കും. കുവൈറ്റിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് ബ്ലോക്ക് ലഭിച്ച വാഹന ഉടമകൾക്ക് ഈ അവസരത്തിൽ ലംഘനം മാറ്റുന്നതിനുള്ള അവസരമാണ് ട്രാഫിക് വിഭാഗം ഗൾഫ് ട്രാഫിക് വീക്കിലൂടെ ഒരുക്കുന്നത്. കർശനമായ പുതിയ വാഹന നിയമത്തിന് മുൻപായി ഡ്രൈവർമാരെ ബോധവൽക്കരിക്കലാണ് ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന പരിപാടികളുടെ ലക്ഷ്യം. വൈകുന്നേരം 4 മുതൽ 9 വരെ അവന്യൂസ് മാളിൽ നടക്കുന്ന പരിപാടിയിൽ അവബോധന പ്രദർശനം, പ്രഭാഷണങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൽഖിറാൻ മാളിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ പ്രദർശനങ്ങളോടൊപ്പം ട്രാഫിക് നിയമലംഘനങ്ങളുള്ളവർക്ക് അവ ഒഴിവാക്കുന്നതിനും അവസരമുണ്ടാകും. ഗൾഫ് ട്രാഫിക് വീക്ക് പരിപാടിയുടെ ഭാഗമായാണ് പൊതുജനങ്ങൾക്കായി പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ട്രാഫിക് നിയമലംഘകർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. ജനം, കുവൈറ്റ്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. സൊസൈറ്റി ഭരണസമിതിയാണ് സാബുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കെതിരെയും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ള വസ്തുത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ കുടുംബമാണ് ഇപ്പോൾ പോലീസിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് സാബു തോമസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരുന്നു. ഇതിൽ ഈ ജീവനക്കാർ റെജി, സീനിയർ സുജമോൾ, അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് ബീഹാരി ക്കെതിരെയും കേസെടുക്കണമെന്നുള്ള ഒരു ആവശ്യം കുടുംബം മുമ്പോട്ട് വച്ചിരുന്നു. പ്രധാനമായും ഈ സാബു തോമസിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറിയുമായ VR സജി ഇപ്പോഴും കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ല എന്നുള്ള കാര്യം അവർ പ്രധാനമായും പറയുന്നത്. ഈ സാബു തോമസ് പലപ്പോഴായി എത്തുമ്പോഴെല്ലാം ഈ ഭരണസമിതി വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തുന്നു, അല്ലെങ്കിൽ അസഭ്യം പറയുകയും ഈ തുക നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിലും അവർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഈ സാബുവിന്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ ഈ പറയുന്ന ബാങ്ക് ഭരണസമിതിയോ ഈ CPM നേതാവോ നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രതിപട്ടികയിലേക്ക് വരാത്ത സാഹചര്യത്തിലാണ് ഈ സാബു തോമസിന്റെ ഭാര്യ നിലവിൽ ഈ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതിയെ സമീപിക്കുമെന്ന് ഇന്ന് രാവിലെ അവർ പ്രതികരിച്ചിരുന്നു. ഈ പ്രതികളായ സൊസൈറ്റി ജീവനക്കാരുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ച ഒരു നടപടിയുണ്ട്, അത് റദ്ദാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സാബു തോമസിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ശരി സുബിൻ. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.